പാർട്ടി വെൽക്കം. ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ട് ഈ ലഹരിക്കെതിരെ. അവരെല്ലാവരും ആണത്. എരുമപ്പെട്ടി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ഓക്കെ ആഷ്മി ഒരു ലഹരിക്കെതിരെ ഒരു കയ്യൊപ്പ് ചാർത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ലഹരിക്കെതിരെ. അതിലും മാർഗർ പിന്നെ ആഷ്മി പതിച്ചോ, കൈ പതിച്ചോ, കൈ പതിയാ ഒന്ന് പതിക്കല്ലേ. ആഷ്മി ഒന്ന് പതിക്കും അല്ലേ. സൂപ്പർ കയ്യാ, പതിച്ചതാ അല്ലേ. ഓ ആ ഇങ്ങോട്ട് പോയാലേ പാത്രേ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മഹനീയമായ പ്രോഗ്രാം ലഹരിക്കെതിരെ ഇവിടെ 24-ന്റെ ചീഫ് എഡിറ്റർ ശ്രീ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന SK40 എന്ന പരിപാടി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി ഇവിടെ മേജർ സാറിന്റെ കുട്ടികൾ റെഡി ആയിട്ടുണ്ട്. റീച്ച് ഫോർ ദ സ്റ്റാർസ് അവരുടെ പരിപാടിയാണ് നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത്. അവരെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടി അവതരിപ്പിക്കുന്നതിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
വന്നേ വേഗം നിങ്ങൾ ഇനി ലഹരി തകരാതിടുവാനെന്നും സാന്ത്വനമായി കൂടെ ഞങ്ങൾ कुछ करिए नस नस मेरी खोले हाय कुछ करिए बस बस बड़ा बोले अब कुछ करिए ओ कोई तो जल से पड़िए तुम करिए या मरिए हाँ कोई तो जल से पड़िए तुम करिए या मरिए On behalf of Reach for the Stars, Erimapeti, we warmly welcome you all to this meaningful gathering. Reach for the Stars class is led by Major Joseph Sir, an initiative that has helped thousands of students achieve their dream of joining the defense forces, all for free. Today, we proudly present Say Yes to Life, Say No to Drugs, a powerful message of awareness and hope in collaboration with Jagrata Samiti, Erimapeti. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നിന്ന് ഉദിച്ചു വരുന്ന അതിരുകളില്ലാത്ത കഴിവുകളാകണം അവന്റെ ലഹരി. ഇത്തരം ഒരു ആത്മസാധനയുടെ അഭാവത്തിലാണ് മനുഷ്യ സമൂഹം MDMA, ഹെറോയിൻ, മദ്യം പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സിന്റെ അടിമകളായി മാറുന്നത്. So here, we stand united against substance use, encouraging our youth to choose strength, purpose, and a drug-free life. We are also honored to celebrate 40 glorious years in media of the legendary Mr. R. Srikandan Nair, SKN 40, whose inspiring journey has touched and uplifted countless lives. As a tribute, Reach for the Stars, Erimapeti, under the guidance of Major Joseph Sir, proudly presented a flash mob, cum skills and activity performance. Now, we offer a small token of love and contribution to support this mission to salute Srikandan Nair, SKN 40's legacy. ഇതിനായി സർ ശ്രീകണ്ഠൻ നായർ, മേജർ ജോസഫ് സാറിനെയും റീച്ച് ഫോർ ദി സ്റ്റാർസ് കോർഡിനേറ്റേഴ്സിനെയും ക്ഷണിക്കുന്നു. oh, 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 oh,
ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ നാടുന്ന ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ നാടുന്ന വരം കടക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം വരം കടക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു കുറുന്നിലെ പിടികൂടാൻ മാഫിയ കറുന്നിതിൽ കൊണ്ടെമ്പാടും പറഞ്ഞ കാസുകൾ നീക്കി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെന്നും നുഴഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതും കരുതേ വിഷങ്ങൾ പലതും കരുതേ അവയിൽ
ചെറുകാലനവൻ കരിയമ്പിനും അമ്പരമമ്പിളിനേരിലും അമ്പരമെട്ടിലുമേ തണലെത്തിത് തുകഞ്ഞത് പടരണ് കരികരമുടയണു തുടയിലെ പിടിവള്ളി പൊടിയണ തുടങ്ങിത് ചെറുപ്പവും സൂര്യൻ കെട്ടിപ്പോകും നേരം തീരം കാണാടി താഴി താളം തെറ്റി കേളം തീരം തീരം തീരുന്നോ ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പിടിൽ നാടും നാം ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പിടിൽ നാടും നാം വരം കടക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം വരം കടക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം ശിരസ്സുയർത്തി 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 പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാടും കുരുന്നിലെ പിടികൂടാൻ മാഫിയ പരുന്നിന് കൊണ്ടെമ്പാടും കുരുന്നിലെ പിടികൂടാൻ മാഫിയ പരുന്നിന് കൊണ്ടെമ്പാടും പതഞ്ഞ കാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെന്നും തുടങ്ങിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതും കരുതേ വിഷങ്ങൾ പലതും കരുതേ അവയുടെ അടുത്തു പോലും ചെല്ലരുതേ ശിരസ്സുയർത്തി 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 പരമലഹരി കടിപ്പിടിൽ ഒരു നാടും साथिया माहिया बरसा दे इश्का की स्याहिया रंग जाऊं रंग रंग जाऊं रे हाँ तुझ पे मैं झल 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 जाऊं हाँ पिया बस तेरी झूले तो खरीदे साथिया माहिया बरसा दे इश्का की स्याहिया रेत सी बूंद का सरिया तो पाके तुझे भीग जाऊं मैं रेत सी बूंद का सरिया तो पाके तुझे भीग जाऊं
ये ताकि मैं तेरा निखर जाऊं बस तेरी அண்டவனே முருகா தேவரே ஆறுமுக சுவாமியே அண்டவனே முருகா தேவரே ஆறுமுக சுவாமியே பாண்டி நாடாண்டவனே சுப்பிரமணிய தங்கமயிலறிவா பாண்டி நாடாண்டவனே சுப்பிரமணிய தங்கமயிலறிவா சூலவும் மேலும் வெந்தி ஐயசுவாமி மாமல மேலிருந்து சூலவும் மேலும் வெந்தி ஐயசுவாமி மாமല മേലിരുന്ന് എന്നും തിരുവരങ്ങൾ വെണ്ണുരുകം നൽകുന്ന സ്വാമിനിയേ എന്നും തിരുവരങ്ങൾ വെണ്ണുരുകം നൽകുന്ന സ്വാമിനിയേ പാണ്ടിനാടാണ്ടവന് പഴനിയിൽ പൂങ്കാവനം കോവിലേ പാണ്ടിനാടാണ്ടവന് പഴനിയിൽ പൂങ്കാവനം കോവിലേ ഭൂതവും ഭാവി ചൊല്ലും പെരുമാളെ ജ്യോതിഷ പണ്ഡിതനെ ഭൂതവും ഭാവി ചൊല്ലും പെരുമാളെ ജ്യോതിഷ പണ്ഡിതനെ കാവടിയാടി വരാം കോവിലിൽ പാൽക്കിട്ടിയെത്തി വരാം കാവടിയാടി വരാം കോവിലിൽ പാൽക്കിട്ടിയെത്തി വരാം മാലയും ചൂരലെന്തി വെൽമുരുക പാലഭിഷേകം ചെയ്യാം മാലയും ചൂരലെന്തി വെൽമുരുക പാലഭിഷേകം ചെയ്യാം വളകിലിക്കണ ചിരിപ്പൊഴിക്കണ നിക്കോലെ വഴിയരികിലെ പൂത്തു നിൽക്കണ പൊന്നാരെ കളിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവനരികിൽ ചൊന്ന കാര്യമെന്താണ് കയ്യില് കളറ് നേരം വളർത്തിരുന്നവളാരി മാറ്ററിഞ്ഞൊരു വൈന് കെട്ടിന് പൊന്ന് ഇടമാലിനേക്കാൾ നീളമുള്ള കണ്ണ് വളകിലിക്കണ കുഞ്ഞോളെ ചിരിപ്പൊഴിക്കണ മുത്തോലെ വഴിയരികിലെ പൂത്തു നിൽക്കണ പൊന്നാരെ കളിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവനരികിൽ ചൊന്ന കാര്യമെന്താണ് പട്ട് പെയ്യടി തൊട്ട് തൊട്ട് പാരടി പട്ട് പട്ട് പൂവടി തൊട്ട് തൊട്ട് തേരടി തലിതാരിടങ്ങളിൽ തളിരിലങ്ങളിൽ താമര കിളിയേ ഇത് ഞാൻ നിനക്കൊരു മാലയും കൊണ്ട് തിട്ടയിട്ടോ ഒഴിയാന മക്കള ചെണ്ട ചെങ്ങിലിയാല വട്ടവുമായി ഒന്ന് നാടറിയണ ദേവി വട്ടവത്തിട്ടയിട്ടോ അല്ലിക്കൊടിയേ ചെല്ലക്കൂടമേ കുറുമി ചക്കര കൊത്തിരി കൊത്തിരിത്താ വളകിലിക്കണ കുഞ്ഞോളെ ചിരിപ്പൊഴിക്കണ മുത്തോലെ വഴിയരികിലെ പൂത്തു നിൽക്കണ പൊന്നാരെ തനിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവനൊരിക്കലും ചൊന്ന കാര്യമെന്താണ് ചട്ടമിട്ട് ചൊല്ലടി കട്ടിലിട്ട് കണ്ണടി തൊട്ടിലിട്ട് പാടടി പാടിവില്ലിന് കൂടെ നിൽക്കണ മാമഴ കിളിയേ കിളിവ
കാതിലങ്ങിന് ചാലിട്ടത് നാദയിതോ കളിതാമരയുടെ ചേലു മറി പെണ്ണിനെ കണ്ടേ കുടിവെള്ളം നിങ്ങളുടെ നെങ്കിലിങ്ങനെ നാദയിതോ തുള്ളുമയിലേ ഉള്ളിക്കുയിലേ തുള്ളി പുഞ്ചിരി പഞ്ചിരി നെങ്കിലിട്ടാ വളകിൽ കണക്കുങ്ങളെ തിരിപൊഴിക്കണ മുത്തോലെ വഴിയരികില് പൂത്ത് നിൽക്കണ പൊന്നാരെ കളിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവനൊരിക്കലും ചന്ത കാര്യമെന്നാണ് വെയില് കൊള്ളണ നേരം പുറത്തിരുന്നവളാരി മാറ്ററിഞ്ഞൊരു മൈന് കെട്ടിന് പൊന്ന് ഇടമാനിനേക്കാൾ നീളമുള്ള കണ്ട്. ഹലോ, ആരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. എന്താണ് നിങ്ങള് ആരാണ്? അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ലേ? ഇല്ല, ഇവിടെ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഉള്ള ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു ലേഡിയാണ്. ഞങ്ങൾ കൃത്യമായി ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതൊരു യുവതിയാണ്, ഒരു പെൺകുട്ടിയാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആരും ഇവിടെ ഇല്ല. ഇത് വേറെ ഫംഗ്ഷനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരാണ് ഇവിടെ? അത് തെറ്റായ ഇൻഫർമേഷൻ ആവാം മിക്കവാറും. ഇവിടെ ആരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഫോളോ ചെയ്യൂ. നീ മയക്കുമരുന്നിന്റെ കണ്ണിയാണ്. നമ്മളെ മയക്കുമരുന്നിന്റെ കണ്ണിയാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന ഗാങ്ങിലെ ഒരുത്തിയാണ് ഇവൾ. കള്ളം പറയാണ്. അല്ല, ബാഗ് ചെക്ക് ചെയ്യൂ. ഇതെന്താണ്? അവനെ കൊണ്ടുവരും. കൂടെ ആളെ കൊണ്ടുവരും. ഇങ്ങനെ അറിയോ? ഇവനെ അറിയോ? നോൺ പറയരുത്. ഇവനെ അറിയില്ല. നിങ്ങളുടെ സപ്ലയറാണ്. ഇനി ഇവളെ പ്രതി ഇവളെ കണ്ട് ഒരു കുട്ടികളും മറ്റു കുട്ടികളും ഇനിയും ഒന്നിനും ചീത്തയാവാൻ അനുവദിക്കരുത്. ഇവളെ കൊണ്ടുപോയിക്കോ. എന്തിനാണോ ഞാൻ എന്റെ മോളെ ഈ മലനെ കൊടുക്ക? എന്തിനു വേണ്ടിയാ അത് പറഞ്ഞേ?
എന്റെ മകൾക്ക് സംഭവിച്ച പോലെ ഇനി ഒരു മകൾക്കും സംഭവിക്കാൻ പാടില്ല. നിങ്ങളുടെ സ്വർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അടങ്ങുന്ന ഒരു കുടുംബമാണ്. എന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ മാതാപിതാക്കളും ഓരോ മക്കളെ വളർത്തുന്നത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഭാവി വാഗ്ദാനങ്ങളാണ്. നിങ്ങളാണ് രാജ്യത്തിന്റെ കരുത്ത്. നിങ്ങൾ ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല. നമ്മൾ പോയിടാം. വരോ ഈ കാബാലയക്കെതിരെ, ഈ ലഹരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. നമ്മുടെ ഇടയിൽ ഇതുപോലെ ഒരുപാട് കാബാലികന്മാരുണ്ട്. ഇവരെല്ലാം നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഈ ലഹരിക്കെതിരെ, ഈ പൈശാചിക ശക്തിക്കെതിരെ നമുക്കെല്ലാം കൂടി ഒരുമിച്ച് കൈകോർക്കാം, ഒരുമിച്ച് ഉത്സാഹിക്കാം. എന്റെ കേരളം, എന്റെ അഭിമാനം. World, you step down into darkness. Open my eyes, let me see beauty that made this heart adore you. Hope of a life spent with you. And here I am to worship. Here I am to bow down. Here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. Light of the world, you step down into darkness. Open my eyes, let me see. സ്നേഹമുള്ളവരെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് കേരളത്തിലാകമാനം പടർന്നുകൊണ്ടിരിക്കുന്ന രാസലഹരിയുടെ ഭവിഷ്യത്തുകളെ കുറിച്ച് വിവിധ പ്രോഗ്രാമുകളിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് കേരളത്തിലെ യുവത്വത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ രാസലഹരിയുടെ അമിതമായ ഉപയോഗം കേരളത്തിലെ യുവത്വത്തെ ഇല്ലാതാക്കുന്ന രീതിയിലെത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ കേരളത്തിന്റെ പോക്ക് ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തിക്കും എന്ന രീതിയിലേക്കുള്ളൊരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇന്ന് കേരളം വളരെ ഉണർവോടും അല്ലെങ്കിൽ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഇത്തരത്തിലുള്ള രാസലഹരിയുടെ ഉപയോഗം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ ഈ രംഗത്ത് കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി ഇന്ന് എരുമപ്പെട്ടിയിലും അതുപോലെ തന്നെ എരുമപ്പെട്ടിയിലെ ഫൊറോന പള്ളിയുടെയും അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റിയുടെയും ദേവസ്വം കമ്മിറ്റികളെയും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രസ് ക്ലബ് അടക്കം വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കം വരുന്ന സംഘടനകളുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിലെ ജാഗ്രതാ സമിതി എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ലഹരിയെ നിരോധിക്കുക, ലഹരി വസ്തുക്കളുടെ ഉപയോഗം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന രൂപം കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ 29-ാം തീയതി ഇവിടെ നടക്കുകയുണ്ടായി. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ സംഘടനയുടെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി. ഇന്നിവിടെ അതിൻ്റെ ആ ജാഗ്രതാ സമിതിയുടെ, ആ ലഹരിക്കെതിരെയുള്ള ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് 24 ചാനൽ നടത്തുന്ന SKN 24 ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വം നടക്കുന്ന കേരള യാത്രയ്ക്ക് ഇന്നിവിടെ ഒരു സ്വീകരണം നൽകുകയാണ്. ഒരുപാട് ജനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ലഹരിക്കെതിരെ എന്നൊരു മുദ്രാവാക്യം കണ്ടുകൊണ്ട് മാത്രം തന്നെ ഈ സന്ദേശയാത്രയെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായി ഇത്തരത്തിലുള്ള ആളുകൾക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗ നടപടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഈ കേരള യാത്രയുടെ ഈ പരിപാടികളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ സംഘടന, ഈ ജാഗ്രതാ സമിതി എന്ന് പറയുന്ന സംഘടന എരുമപ്പെട്ടിയിൽ രൂപം കൊള്ളുകയും അതിൻ്റെ ചെയർമാനായി എരുമപ്പെട്ടി പള്ളി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ
അദ്ദേഹത്തിനെ ഇതിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്വീകരിക്കുകയും ഈ യോഗത്തിലേക്ക് അധ്യക്ഷനായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ മുഖ്യ അതിഥി അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇൻവൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 24 ചാനലിൻ്റെ SKN പരിപാടിയുടെ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്പൗസ് ഉഷ ശ്രീകണ്ഠൻ നായർ, അവരെയും വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ഒരുപാട് പരിപാടികളിലൂടെ വളരെ ആവേശകരമായിട്ടുള്ള പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് നമ്മളെയൊക്കെ വളരെ പുളകം കൊള്ളിച്ച നമ്മുടെ 24ൻ്റെ മുഖ്യ അവതാരകനും കൂടിയായ ഹഷ്മിത്ത് താജ് ഇബ്രാഹിം അവറുകളെ ഈ വേദിയിലേക്ക് വളരെ വിനയപുരസ്കരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എരുമപ്പെട്ടിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ എല്ലാ പരിപാടികൾക്കും ഇവിടെ എത്തിച്ചേരുകയും ഈ സംഘടനയുടെ ഓർഗനൈസേഷന് രൂപം കൊടുക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചുമായ നമ്മുടെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ശ്രീ വസന്തലാൽ അവറുകളെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തൃശ്ശൂർ ജില്ലാ കൗൺസിലർ ജലീൽ ആദൂർ അവറുകളെ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി, ഈ സംഘാടക സമിതിയുടെ പ്രധാന അംഗമാണ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് മെമ്പർ ശ്രീ ബിനോജ് മാസ്റ്ററെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ 24 ന്യൂസ് റീഡർ ശ്രീമതി സ്മിത ഹരിദാസിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിലെ നമ്മുടെ ഈ നിർമ്മല സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസിലിൻ പൂവന്താനം അവർകളെ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മഹൽ അതുപോലെ തന്നെ എരുമപ്പെട്ടി മഹൽ പ്രസിഡന്റ് ശ്രീ KA അബ്ബാസ് അവർകളെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ മുല്ലയ്ക്കൽ ദേവസ്വം ജൂനിയർ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ ഹരികൃഷ്ണൻ CV അദ്ദേഹം ഇവിടെ വരാമെന്ന് ഏറ്റിരുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എരുമപ്പെട്ടിയിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ ഐജു MC അവർകളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ സതി മണികണ്ഠൻ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ റീന വർഗീസ് അവർകളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 24ൻ്റെ എരുമപ്പെട്ടി മേഖല റിപ്പോർട്ടർ ശ്രീ റഷീദ് AM അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഈ പരിപാടി ഇവിടെ ഇത്തരത്തിൽ ആക്കി തീർക്കുന്നതിന് വേണ്ടി ഇത്തരം രീതിയിലെ ഒരു വലിയൊരു സംഭവമായി അല്ലെങ്കിൽ വലിയ നല്ല രീതിയിൽ ഇതിനെ ഇത്രയും അധികം ആളുകളുടെ സാന്നിധ്യത്തോടു കൂടി നടത്താൻ സാധിച്ചത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് തന്നെയാണ്. അത് സ്ത്രീശക്തി, അതുപോലെ തന്നെ കുടുംബശ്രീ യൂണിറ്റുകൾ, അതുപോലെ തന്നെ എരുമപ്പെട്ടിയിലെ വ്യാപാരികൾ, ഈ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ശ്രീ നകുല പ്രമോദ് അവർകളെ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എരുമപ്പെട്ടിയിലെ വ്യാപാരികൾ, അതുപോലെ തന്നെ എരുമപ്പെട്ടി ഹൈസ്കൂളിലെയും അതുപോലെ തന്നെ LP സ്കൂളിലെയും നിർമ്മലയിലെയും PTA ഭാരവാഹികൾ, മരത്തങ്കോട് സ്കൂളിലെ PTA ഭാരവാഹികൾ, അതുപോലെ തന്നെ പ്രസ് ക്ലബിലെ ഭാരവാഹികൾ, അങ്ങനെ എരുമപ്പെട്ടിയിലെയും പരിസരത്തെയും മുഴുവൻ പ്രദേശങ്ങളിലെയും മഹാവ്യക്തിത്വങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനയിലെ വ്യക്തിത്വങ്ങൾ തുടങ്ങി എല്ലാവരെയും എരുമപ്പെട്ടി നമുക്ക് ഈ സ്ഥലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന എരുമപ്പെട്ടി പള്ളിയിലെ അതിൻ്റെ അധികാരികൾ, ട്രസ്റ്റിമാർ, അതുപോലെ തന്നെ ഫാദർ ജോഷി ആളൂർ, അവർക്കും എല്ലാവർക്കെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, ആശംസകൾ അർപ്പിക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷതയിലേക്ക് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ആരെയും മനഃപൂർവ്വമല്ല.
അങ്ങനെ വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ഇതിൻ്റെ അധ്യക്ഷൻ ഫാദർ ജോഷി ആളൂർ അവറുകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട 24 ചാനലിൻ്റെ ചീഫ് എഡിറ്ററായിരിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന ശ്രീകണ്ഠൻ നായർ സാർ അവറുകളെ, അദ്ദേഹത്തിൻ്റെ പ്രിയതമ, അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും എൻകൗണ്ടർ കാണാറുള്ളതാണ്. പലപ്പോഴും എനിക്ക് ഹാഷിമിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. പ്രിയ ഹാഷിം, ന്യൂസ് റീഡർ സ്മിത, ഞങ്ങളുടെ പ്രിയപ്പെട്ട എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന ബസന്ത്ലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന ജലീൽ അവറുകളെ, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ടരെ, സ്നേഹമുള്ളവർ, നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ലഹരിക്കെതിരെ അണിനിരക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട്. നാം ആയിരിക്കുന്ന ആ മേഖലകളിലെല്ലാം തന്നെ ലഹരി കടന്ന് പടർന്ന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വലിയ സത്യം. ഇന്ന് ചെറിയ 8ലും 9ലും പഠിക്കുന്ന കുട്ടികളോട് പോലും ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എവിടെ നിന്ന് കിട്ടും എന്ന് വളരെ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെല്ലാം പറയുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് കേരളവും പ്രധാനമായി നമ്മുടെ എരുമപ്പെട്ടി മേഖലയെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിപത്ത് വളരെ വലുതാണ് എന്ന് നമുക്കെല്ലാം അറിയുന്നത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ഈ ഉച്ചയുടെ ചൂട് മറികടന്നുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടാനായിട്ട് ഇടയായത്. ഈ അവസരത്തിൽ 24-നെ അഭിനന്ദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ലഹരി വിപത്തിനെതിരെ ആദ്യമായി ഈ ചാനൽ രംഗത്ത് ഇങ്ങനൊരു പോരാട്ടം സംഘടിപ്പിച്ചത് 24 ചാനലാണ്. ഞാൻ സാറ് വന്ന ഉടനെ തന്നെ ചോദിക്കുകയുണ്ടായി, ഇങ്ങനെ എല്ലാ ദിവസവും നടക്കുമ്പോൾ എങ്ങനെയാണ് ഇത് പോകാനായിട്ട്, എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ സാറ് ഉടനെ പറഞ്ഞു, ഇത് നമുക്ക് പറ്റുന്ന പരിപാടിയല്ല, രാഷ്ട്രീയക്കാർക്ക് പറ്റുന്ന ഒരു പരിപാടിയാണ് എന്നാണ് സാറ് പറഞ്ഞത്. സാറിൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ ദിവസങ്ങളായി ഇങ്ങനെ കേരളം മുഴുവൻ ഓരോ സ്ഥലങ്ങളിലൂടെയും നടക്കുക, അതും ഇത്രയധികം ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഈ വലിയ വിപത്ത് നമ്മുടെ കേരളത്തിൽ നിന്നും കെട്ടുകെട്ടിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് 24 ചാനൽ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ എരുമപ്പെട്ടി ജാഗ്രതാ സമിതിയെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിലെ സെക്രട്ടറി ആയിരിക്കുന്ന ബാബു മാഷ് പറയുകയുണ്ടായി. ഒരു നാട് ഉണർന്നതാണ് ഈ എരുമപ്പെട്ടി ജാഗ്രതാ സമിതി എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളെയും സാമുദായിക, സാംസ്കാരിക, കലാ, സാഹിത്യ സംഘടനകളെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എരുമപ്പെട്ടിയുടെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംഘടനയാണ് ഈ ജാഗ്രതാ സമിതി എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളൂ എങ്കിലും ഇതിൻ്റെ കാര്യക്ഷമമായ രീതിയിൽ ഇതിൻ്റെ പരിപാടികളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ഒരു വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല. കാരണം പ്രസംഗിക്കാൻ കഴിവുള്ള വളരെയധികം ആളുകൾ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസംഗത്തേക്കാൾ കൂടുതലും ഇവരുടെ പ്രസംഗം കേൾക്കുക, അവരുടെ ആ നല്ല ആ മധുരമൊഴികൾ കേൾക്കുക എന്നത് അതിനുവേണ്ടിയാണ് ആകാംക്ഷയോടുകൂടെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എരുമപ്പെട്ടി ജാഗ്രതാ സമിതിയുടെ എല്ലാ പരിപാടികളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി 2 ദിവസത്തിനുള്ളിലാണ് ഈ പരിപാടികളെല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളുടെ ചേച്ചിമാരെല്ലാവരും, അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടികൾ ഒരുക്കിയ എല്ലാവരും തന്നെ ആ പരിപാടികൾക്കായിട്ടാണ് ചേർന്നത്. അവർക്കെല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛ. അടുത്തതായി നമ്മളെല്ലാവരും കാതോർക്കുന്ന, നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഇവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരം വെളുത്ത് 24 ചാനൽ ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന നമ്മുടെ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന പദവിയാണ്. ആ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ലഹരിക്കെതിരെ പോരാടുന്ന വാക്കുകൾ ശ്രവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടി ശ്രീകണ്ഠൻ നായരെ ഈ മുഖ്യ അതിഥിയായി പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു.
പ്രിയങ്കരനായ ഫാദർ, പ്രിയപ്പെട്ട എരുമപ്പെട്ടിയിലെ വിദ്യാർത്ഥികളെ, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾ കുറച്ച് നേരമായി ഞങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയും പോലെ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ഒരു പര്യടനമാണിത്. കേരളത്തിലെ 14 ജില്ലകളിലൂടെയും 2 ഘട്ടങ്ങളിലായി കടന്നു പോകുന്ന ഒരു പര്യടനം. ആദ്യഘട്ടം അവസാനിച്ചു. 2ാം ഘട്ടം ഇന്ന് തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനിയിൽ നിന്നാണ് തുടങ്ങിയത്. ഇത് ഈ മാസം 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് 1,00,000-ലധികം ആളുകൾ പങ്കെടുക്കുന്നൊരു മഹാസമ്മേളനത്തിൽ അവിടെ തടിച്ചുകൂടുന്ന 10,000-ങ്ങൾ ഈ നാട്ടിൽ രാസലഹരി വേണ്ട എന്ന് വിളിച്ചു പറയുന്നതോടെ അവസാനിക്കും. നിങ്ങൾക്കറിയുന്നതുപോലെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചധികം കാലമായി നമ്മളേറ്റവും വേട്ടയാടുന്ന പ്രശ്നം ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ചെറിയ കുട്ടികളുൾപ്പെടെ ഒരുപാട് ആളുകൾ രാസലഹരിക്ക് വിധേയമാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ആളുകൾ മദ്യം കഴിക്കുന്നവരാണ്. വൈകുന്നേരമായാൽ എരുമപ്പെട്ടി പോലെയുള്ള ഗ്രാമങ്ങളിൽ 4-ാം കാലിൽ നടക്കുന്ന ആൾക്കാരെ കാണാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ കുത്തുവാള എടുത്തതും ഈ മദ്യം കൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഇന്ന് അതിനേക്കാളും നമ്മളെ അമ്പരപ്പിക്കുന്ന, നടുക്കുന്ന മറ്റൊരു ലഹരി കേരളത്തിൽ വേര് പിടിച്ചു കഴിഞ്ഞു. സിന്തറ്റിക് ലഹരി എന്ന് നമ്മൾ വാത്സല്യത്തോടെ വിളിക്കുന്ന രാസലഹരിയാണത്. നമുക്ക് ഏറ്റവും സങ്കടപ്പെടുത്തുന്നതും എന്നാൽ ഒരു നെഞ്ചിടിപ്പോടെ നമ്മൾ കേൾക്കുന്നതും എന്താണ് എന്ന് നിങ്ങളോട് എന്നോട് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ കുട്ടികൾ പോലും ഈ രാസലഹരിക്ക് അടിപ്പെടുന്നു എന്നാണ്. ഈ വസ്തുത കേരളത്തെ മാത്രമല്ല, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളെയും ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന പ്രവാസികളെയും ചെറിയ രീതിയിലൊന്നുമല്ല ദുഃഖിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ 1 കോടിയിലധികം ജനങ്ങൾ ഇന്ത്യക്ക് പുറത്താണ്. 50 ഡിഗ്രി ചൂടിൽ ഗൾഫ് നാടുകളിൽ സ്വന്തം ചോരയിറ്റ് വീഴുന്ന കഠിനമായ കാലാവസ്ഥയിൽ ജോലി ചെയ്ത് ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി എല്ലാ മാസവും ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ കേരളത്തിലേക്ക് അയക്കുന്ന വലിയൊരു ജനസമൂഹമുണ്ട്. അവർ 10-45 ലക്ഷം വരും ഗൾഫ് നാടുകളിൽ മാത്രം. അതുപോലെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഗൾഫ് നാട്ടിലേക്ക് സ്വന്തം ഭാര്യയെയും മക്കളെയും കൊണ്ടുപോകാൻ സാമ്പത്തിക സാഹചര്യമില്ലാതെ മാടുപോലെ പണിയെടുത്ത് എല്ലാ മാസവും കൃത്യം നാട്ടിലേക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ അയച്ചു തരുന്ന പ്രവാസികളുടെ കുട്ടികളെ ഓർത്ത് അവരിപ്പോൾ ആശങ്കപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കുറച്ചു കാലമായി ഈ സ്ഥിതിവിശേഷം തുടരുകയാണ്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും രാസലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ രാസലഹരി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ലഹരി നിങ്ങളുടെ ജീവിതം തൊലച്ചു കളയും. ഈ സിന്തറ്റിക് ലഹരി എന്ന് പറയുന്ന പദാർത്ഥം ഒരു 8-9 തവണ നിങ്ങളുടെ സിരകളിലേക്ക് പടർന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനോരോഗം ബാധിച്ച ഒരാളെപ്പോലെ നിങ്ങൾ പെരുമാറാൻ തുടങ്ങും. നിങ്ങൾക്ക് ബോധാവസ്ഥയില്ല. ബോധതലങ്ങളിൽ നിന്ന് വിട്ട് അബോധ തലങ്ങളിലേക്ക് പോവുകയും ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ പിടികിട്ടാത്ത ഒരാളായി മാറുകയും ചെയ്യും. മനോനില തെറ്റിയ ഒരു മനുഷ്യന് അയാളുടെ പ്രവർത്തനങ്ങൾ എന്തെന്ന് അറിയാതെ പോവുകയും അയാൾക്കൊരിക്കലും അയാളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു MDMA പോലെ ഒരു രാസലഹരി ഉപയോഗിച്ച ഒരാളിനും സംഭവിക്കുന്നത്. സ്വന്തം അമ്മയാര്, സ്വന്തം സഹോദരി ആര്, സ്വന്തം പിതാവാര് എന്ന് പോലും തിരിച്ചറിയാതെ കൺമുന്നിൽ നിൽക്കുന്ന ആരായാലും കൊലക്കത്തിയെടുത്ത് കുത്തി അവരെ കൊലപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രതികാരദാഹിയുടെ, ഒരു രക്തദാഹിയുടെ മുഖം പെട്ടെന്ന് ഈ രാസലഹരിക്കാരന് കൈവരുന്നു. നിങ്ങൾക്കറിയാം, സ്കൂൾ വരാന്തകളിൽ അപരിചിതരായ ആളുകളുടെ സാന്നിധ്യം നമ്മളെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്നു, ആശങ്കപ്പെടുത്തുന്നു. ചെറിയ മിഠായിയിൽ ചെറിയ ചെറിയ ലഹരി ഉൾപ്പെടുത്തി
കുറേശ്ശെ അതിൻ്റെ തോതും തീവ്രതയും കൂട്ടി അവരെ അടിമയാക്കുന്ന, വലിയ ലഹരിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന അപകടകരമായൊരു കാലാവസ്ഥ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരാശങ്കയോടെ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ. ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിയുമായി രംഗത്തിറങ്ങി എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം, ഒരു 10-55 ആളുകൾ, ഒരു വാർത്താ സംഘം, ഒരു വാർത്താ മാധ്യമത്തിൻ്റെ ശീതീകരിച്ച AC മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഈ കലാപരിപാടി ആരംഭിക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം? കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾ രാവിലെ 7 മണിക്ക് എന്നെ കാണുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഒരു വാർത്താ മുറിയിലേക്ക് ഇടതോ വലതോ കാലെടുത്ത് വയ്ക്കുന്ന ഒരു വാർത്താ പ്രക്ഷേപകൻ ഇന്ന് ഒരിക്കലും ഒരു കൊലപാതകത്തിൻ്റെ വാർത്ത വായിക്കരുത്. അമ്മയെ മകൻ കുത്തിക്കൊന്നുവെന്നോ, അമ്മയെ പീഡിപ്പിക്കാൻ മകൻ ശ്രമിച്ചുവെന്നോ, മലയാളിയുടെ അന്തസ്സിനും സംസ്കാരത്തിനും ദഹിക്കാൻ കഴിയാത്തൊരു വാർത്ത ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഉരുവിടരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഫ്ലോറിലേക്ക് കടന്നു വരുമ്പോൾ ചിലപ്പോൾ 14 കൊലപാതകങ്ങൾ വരെ വായിച്ച ദിവസമുണ്ട്. ഞാനും ഒരു മനുഷ്യനാണ്, സ്മിതയും ഒരു മനുഷ്യ സ്ത്രീയാണ്, ആഷ്മിയും ഒരു മനുഷ്യനാണ്. നമ്മൾ ഈ പച്ചമാംസത്തിൽ കത്തി കുത്തി ഇറക്കി എന്ന് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളു പിടയുകയായിരിക്കും. നമ്മുടെ നെഞ്ചിൽ നിന്ന് ആളുന്ന ഒരു ആശങ്ക, ഉത്കണ്ഠയുണ്ട്. എന്താണ് ഈ കേരളത്തിലെ സമൂഹത്തിന് സംഭവിക്കുന്നത് എന്ന് വളരെ ഞങ്ങൾ പരസ്പരം മുഖം നോക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. കിടപ്പ് രോഗിയായ ഒരു അമ്മയെ ഒരു 45-കാരനായ മകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത ആഷ്മി വായിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ആഷ്മിയുടെ വായിക്ക് പൊത്തി. ആ വാർത്ത നമുക്ക് വായിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം മലയാളിയുടെ പൈതൃകം, മലയാളിയുടെ സംസ്കാരം, അമ്മ ദൈവത്തിന് തുല്യമാണ് മലയാളിക്ക്. നിങ്ങൾക്കറിയാം, ആദിയിൽ ഭൂമിയും മാനവും തീർത്തത് ദൈവമായിരിക്കാം, ആ ദൈവത്തെ ഉണ്ടാക്കിയതൊരു അമ്മയല്ലേ എന്നൊരു സിനിമാ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അമ്മയോളം വിശുദ്ധയായ ഒരു സാധനവും ഈ ഭൂമിയിലില്ല. അമ്മയെ വിസ്മരിക്കുന്നവൻ, അമ്മയെ മനസ്സിലാകാത്തവൻ മനുഷ്യ പിറവിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ ഇതേ അമ്മയോട് വേറൊരു രീതിയിൽ പെരുമാറുന്ന ഒരു മകൻ്റെ പിറവി മലയാളി ഇന്ന് കാണുന്നു. ആദ്യമൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ, മാധ്യമപ്രവർത്തകർ കരുതിയത് ഇതൊക്കെ ഒരൊറ്റപ്പെട്ട സംഭവമായിരിക്കും എന്നായിരുന്നു. എന്നാൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും ഇന്ന് രാസലഹരിയിൽ പെടാതെ പോയിട്ടില്ല. ചിലപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ചിലപ്പോൾ +1 പഠിക്കുന്ന കുട്ടി എന്ന വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾക്കറിയുമോ, ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിൽ ഈ മയക്കുമരുന്നും മറ്റുള്ള ലഹരികളും ഉപയോഗിച്ച കേസുകൾ 600 എണ്ണമാണെങ്കിൽ അതിൽ 30% പേരും പ്രായമാകാത്ത കുട്ടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ 15 മുതൽ 17% വരെ പെൺകുട്ടികളാണ്. നമ്മുടെ നാട്ടിൽ റോഡിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന പെൺകുട്ടികളെ കൊച്ചി നഗരത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. രാപകൽ ഭേദമന്യേ രാത്രി പകലാക്കി ജോലി ചെയ്യുന്ന പല ആളുകളും, വിദേശ നാടുകളിലെ സമയത്തിനനുസരിച്ച് ജോലി ചെയ്യുന്ന പല ആളുകളും വിരസത മാറ്റാൻ വേണ്ടി നട്ടപ്പാതിരാക്കൊക്കെ നടു റോഡിലൂടെ സിഗരറ്റ് പുകച്ച് നടക്കുന്നത് ഞാനും ആഷ്മിയൊക്കെ കാണാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വഴുതി മാറി മനുഷ്യ ശരീരം കാർന്നു തിന്നുകയും അതിവേഗ മരണത്തിലേക്ക് അവരെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന MDMA പോലുള്ള മാരക ലഹരിയിലേക്ക് മൂക്കിടിച്ച് വീണു കഴിഞ്ഞു നമ്മുടെ പല പെൺകുട്ടികളും എന്നറിയുമ്പോഴാണ് ഈ കാര്യത്തിൻ്റെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലാകുക. കൊലപാതകങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്നതിൻ്റെ നാരായ പേര് അന്വേഷിച്ചു പോയപ്പോൾ ഈ സിന്തറ്റിക് ലഹരി നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഈ പരിപാടി നമുക്ക് പറ്റത്തേയില്ല. 39 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഈ 30 ദിവസം ഈ നാടൊട്ടുക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ഥിരം നടന്ന് പരിചയമുള്ളവർക്കേ പറ്റൂ. നമ്മളെപ്പോലെ AC മുറിയിലിരുന്ന് ശീലിച്ച ആളുകൾക്ക് നമ്മൾ വെയിലേറ്റ് കരുവാളിക്കും. സൂര്യൻ കത്തിയാളുന്ന സമയത്ത് നമ്മുടെ സാധാരണ ജനങ്ങളോട് ചിരിച്ചുല്ലസിച്ച് അവർക്ക് കൂടെ സെൽഫിയും എടുത്ത് നമുക്ക് നടക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. മുഖത്ത് വരുത്തിച്ചേർത്ത ചിരിയുമായി നമ്മുടെ ജനങ്ങളെ നേരിടാനും ഞങ്ങൾക്ക് കഴിയില്ല. എന്നാലും എൻ്റെ മാധ്യമ ജീവിതം 40 കൊല്ലം തികയുന്നു എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട കാര്യമല്ല. നിങ്ങളൊരു കുന്താലിപ്പണി ചെയ്യുന്നു, ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചു. ഇത് 2 വ്യത്യാസമേ ഉള്ളൂ. ഒരു ടെലിവിഷൻ ചാനലിൻ്റെ അകത്ത് പെട്ടുപോയതുകൊണ്ട് ഞാൻ ഇത്രയും കൊല്ലം പിന്തുടർന്നു. എന്നാൽ ഇന്ന് 7 ജില്ലകൾ പിന്തുടർന്നതിൻ്റെ 1ാം ഘട്ടം അവസാനിച്ച് 2ാം ഘട്ടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഞാൻ അറിയുന്നു
എൻ്റെ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് നീണ്ടുപോയ എൻ്റെ മാധ്യമ ജീവിതത്തിലെ അവതാര ലക്ഷ്യമാണിത്. എൻ്റെ അവതാര ലക്ഷ്യത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? നിങ്ങൾക്കറിയാമല്ലോ, ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞത് നിങ്ങൾ സ്വപ്നം കാണാൻ പഠിക്കണം എന്നാണ്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതല്ല സ്വപ്നം എന്ന് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞു. നിങ്ങളെ ഉറക്കാതാക്കുന്നതാണ് സ്വപ്നമെന്നാണ് ഡോക്ടർ കലാം നമ്മളോട് പറഞ്ഞത്. എന്നെ ഉറക്കാതാക്കുന്ന സ്വപ്നം നമ്മുടെ കുട്ടികളിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം. നമ്മുടെ പെൺകുട്ടികൾ ആരും ഇനി ഇതിൽ മുഖമിടിച്ചു വീഴാൻ പാടില്ല. ഒരു MDMA-കാരനും കേരളത്തിൻ്റെ മണ്ണിൽ ഇനി വിലസി നടക്കാൻ പാടില്ല. ഒരു സിന്തറ്റിക് ലഹരവും വിറ്റ് മണിമാളികകൾ പണിഞ്ഞ് അമ്പരചുംബിയായ ഒരു സൗധത്തിൻ്റെ മുകളിലിരുന്ന് നമ്മളെ നോക്കി പരിഹസിച്ചിരിക്കുന്ന ഒരുവനും ഈ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പാടില്ല. അവസാനത്തെ രാസലഹരിക്കാനും ഈ മണ്ണ് വിട്ടു പോകണം എന്ന് നമ്മൾ വിളിച്ചു പറയണം. കാരണം കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന, അമ്മ പെങ്ങന്മാരെ കുരുതി കൊടുക്കുന്ന, നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും അധ്യാപികമാരുടെയും ഉറക്കം കെടുത്തുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കറിയുമോ, നിങ്ങൾ അധ്യാപികമാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പല സ്കൂളുകളിലെയും +2 പള്ളിക്കൂടങ്ങളിലെയും അധ്യാപികമാർ ഈ യാത്രക്കിടയിൽ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. സാരി ഉടുത്ത് കുട്ടികളുടെ മുന്നിൽ നിന്നാൽ വൃത്തികെട്ട കമന്റുകൾ പറയുന്ന കുട്ടികൾ ഉണ്ടായിരിക്കുന്നു. സാരി എന്ന് പറയുന്നൊരു സാധനം മലയാളിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സാധനമാണ്. എന്നാൽ ഈ സാരി ഉപേക്ഷിച്ച് ക്ലാസ് മുറികളിൽ ചുരിദാർ മതി എന്ന് മനസ്സിലാക്കിയ വടകരക്കാരി ഒരു അധ്യാപിക എന്നോട് സങ്കടത്തോടാണ് പറഞ്ഞത്, എൻ്റെ മകൻ്റെ പ്രായമുള്ള കുട്ടി പറയുന്ന നെറികേടുകൾ കേട്ട് ചെവി പൊത്തി ഞാൻ ക്ലാസ് മുറി വിട്ട് ഓടി എന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് അവർ ചുരിദാറിലേക്കാണ് കയറിയത്. ആലോചിച്ച് നോക്കണം, നമ്മളെ സമൂഹത്തിൻ്റെ ഭാഗമാക്കുകയും സമൂഹത്തിൻ്റെ മൂല്യവിചാരങ്ങൾ എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വീട്ടിൽ നിന്നാണ്. വീട്ടിലെ അമ്മയും അച്ഛനും പറഞ്ഞു തരുന്ന പാഠങ്ങളാണ് നമ്മൾ നെഞ്ചിൽ തീക്കൊള്ളി കൊണ്ട് എഴുതി സൂക്ഷിക്കുന്നത്. കുറച്ച് പ്രായം കൂടുമ്പോൾ നമ്മളൊരു സ്കൂളിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ ഹെഡ് മാസ്റ്ററും നമ്മുടെ ക്ലാസ് ടീച്ചറും അധ്യാപകരും അടങ്ങുന്ന ഒരു സംഘം പിന്നീട് നമ്മളെ സമൂഹത്തിലെ മൂല്യങ്ങൾ എന്തെന്ന് പഠിപ്പിക്കുന്നു. അവരാണ് നമ്മൾ റോൾ മോഡൽ. ആദ്യകാലം വീട്ടിലെ അച്ഛനും അമ്മയുമാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പറയുന്നതാണ് നമുക്ക് വേദവാക്യമെങ്കിൽ, പിന്നീട് നമ്മുടെ റോൾ മോഡൽ സ്കൂളിലെ അധ്യാപകരാണ്. ഈ അധ്യാപകർ പഠിപ്പിച്ചു വിടുന്ന നന്മകളും അവരുടെ ചൂരൽ പ്രയോഗത്തിൻ്റെ കഷായവുമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വെളിച്ചമായി പടരുന്നത്. കുറ്റാക്കുറ്റിരുട്ടിൽ ജീവിതം എവിടെയെങ്കിലും പോയി വഴിമുട്ടി നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ ഏതോ ഒരു അധ്യാപകൻ പറഞ്ഞ വെളിച്ചത്തിൻ്റെ ഒരു കീറ് ഈ നമ്മുടെ ഈ അന്ധകാരത്തിലേക്ക് വന്ന് വീഴും. ആ നന്മയുടെ വടിയിലൂന്നിയാണ് നമ്മൾ മുന്നോട്ട് പോവുക. എന്നാൽ ഇതേ അധ്യാപകരോട് ആക്ഷേപങ്ങൾ ചൊരിയാനും അവരുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ വർണ്ണിക്കുവാനും കുട്ടികൾക്ക് കഴിയുന്നു എന്ന് വന്നാൽ എവിടെയാണ് നമ്മൾ പോയി നിൽക്കുന്നത്? ഈ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഉള്ളിൽ തിളയ്ക്കുന്ന ഈ ലഹരിയാണ് അവരെ ഈ വഴിക്ക് നടത്തുന്നത്. അതുകൊണ്ട് നമുക്കിതിൽ വിട്ടുവീഴ്ചയില്ല. നോ കോംപ്രമൈസ്. ഒരു കോംപ്രമൈസും പറ്റില്ല. നമുക്ക് കേരളത്തിൽ ഒരുപാട് മലയാളികൾ ബംഗളൂരു പോലുള്ള മഹാനഗരങ്ങളിൽ പോയി ഈ MDMA പോലുള്ള സിന്തറ്റിക് ലഹരി വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വിറ്റഴിച്ച് വലിയ പണക്കാരായി നടക്കുന്നുണ്ട്. ഇത്തരം ആളുകളെ കണ്ടുപിടിച്ച് കയ്യാമം വയ്ക്കാൻ നമുക്ക് കഴിയണം. ബംഗളൂരു പോലുള്ള നഗരങ്ങളിലെ ഉറവിടങ്ങളിൽ ബോംബിട്ട് തകർക്കണം നമ്മൾ. കാരണം ഈ ഓരോ ഉറവിടത്തിൽ നിന്ന് ആയിരക്കണക്കിന് കുരുന്നുകളുടെ ശവങ്ങളാണ് ഉയരുന്നത്. കേരളത്തെ കുട്ടികൾ, നന്മയുള്ള കുട്ടികൾ പൂക്കളെ പോലെയാണ്. നിങ്ങൾക്കറിയാം, പൂക്കളുടെ വിശുദ്ധിയുള്ളവരാണ് കുട്ടികൾ. അവരുടെ ചിരി ലോകത്തേതിനോടും നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. അത്ര സൗന്ദര്യമാണ് ഒരു കുട്ടിയുടെ ചിരിക്ക്. അങ്ങനെയുള്ള കുട്ടികളെയാണ് ഈ മാരകമായ വിഷം അവരുടെ തലച്ചോറിലേക്ക് എയ്തുവിട്ട് തലച്ചോറ് തല്ലിപ്പൊളിച്ച് ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്ത പാഴ്വസ്തുക്കളായി ചവച്ചു തുപ്പിക്കളയുന്നത് ഈ നരാധമന്മാർ. അതുകൊണ്ട് തന്നെ ഈ ഉറവിടങ്ങളിൽ ബോംബിടണമെന്നേ ഞാൻ പറയൂ. അക്രമത്തിന് പ്രേരിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്നെ തുറുങ്കിലടച്ചാലും ആ തുറുങ്ക് ഞാൻ ഇഷ്ടപ്പെടും. കാരണം നമുക്കിനി കാത്തിരിക്കാനാകില്ല. നിങ്ങൾക്കറിയുന്നത് പോലെ 24 മണിക്കൂറിനുള്ളിൽ 10-600 രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. രാസലഹരി ഉപയോഗിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് നേരിട്ട് കാണണം എന്നാഗ്രഹം തോന്നിയാൽ നിങ്ങളൊരു ഡി അഡിക്ഷൻ സെന്ററിൽ പോവുക.
കവിളൊക്കെ ഒട്ടി കൈകാലികൾ കോച്ചി വലിഞ്ഞ് ആരെയോ ഭയക്കുന്നത് പോലെ കണ്ണുകളിങ്ങനെ പുറത്തേക്ക് ഉന്തി വരുന്ന സാധാരണ ഒരു മനുഷ്യരൂപമാണ് ഒരു MDMA രോഗി എന്ന് പറയുന്നത്. രോഗിയാണ് അയാൾ രോഗിയാണ്. രാസലഹരി ഉപയോഗിക്കുന്ന ആൾ രോഗിയാണ്. മാനസിക നിലതെറ്റിയ ഒരാൾ മനോരോഗാലയത്തിന്റെ ഉള്ളറകളിലേക്ക് തളച്ചിടപ്പെടുന്നത് പോലെയോ ഏതെങ്കിലും ഒരു ഏകാന്ത സെല്ലിന്റെ മുറിയിലേക്ക് തളച്ചിടപ്പെടുന്നത് പോലെയോ ഒരു MDMA പേഷ്യന്റ് തളച്ചിടപ്പെടും. നമുക്ക് 95-100 വയസ്സ് വരെ ജീവിക്കാനുള്ള സാഹചര്യം ഇന്ന് ഈ ലോകത്തുണ്ട്. എല്ലാ രോഗങ്ങൾക്കും ഇന്ന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ചികിത്സ ഉണ്ട്. അങ്ങനെ ആരോഗ്യത്തോടൊരു ക്വാളിറ്റി ലൈഫ് നയിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യ സംസ്കൃതിയിലാണ് 7 കൊല്ലത്തിനകം അകാല ചരമമടയുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെ എഴുതി വിടുന്നത്. ഞാനിന്നിവിടെ കണ്ട ഈ സ്കിറ്റുകളൊക്കെ ഉണ്ടല്ലോ, നല്ല ഉഗ്രൻ സന്ദേശങ്ങളാണ് ആ സ്കിറ്റുകൾ നമുക്ക് സമ്മാനിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ പുതിയ കുട്ടികളൊക്കെ തന്നെ എത്രയും ഗൗരവത്തിൽ ചിന്തിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നിങ്ങളെ ഓർക്കത്ത് ഞാൻ അഭിമാനിക്കുന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഒരു കുട്ടിയെ പോലും നമുക്ക് കുരുതി കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഈ കുട്ടികളോട് പ്രതികാരം ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ വാക്കുകൾ കേട്ട് ആവേശം കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടി ഇതിൽ അടിപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. വളരെ സെൻസിറ്റീവായ ചിന്തകൾ ആലോചിച്ച് പ്രവർത്തിക്കാത്ത കൊച്ചു കുരുന്നുകളോട് നിങ്ങൾ വടിയെടുത്താലുള്ള പ്രശ്നം ചിലപ്പോൾ അവൻ വീട് വിട്ടിറങ്ങിപ്പോയെന്ന് വരും. 1-2 കുട്ടികൾ മാത്രമുള്ള ഒരു കുടുംബത്തിനത് താങ്ങാനാകില്ല. പെറ്റ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കുഞ്ഞിന് മനസ്സിലായില്ലെങ്കിലും ആ അമ്മയ്ക്ക് മനസ്സിലാകും. വീടുകളിൽ ഇപ്പം അമ്മയുടെ കണ്ണുനീർ കണമാണ് ഈ കുട്ടി. വൈകുന്നേരം വീട്ടിന് പുറത്തു പോയി കൂട്ടുകാരുമായി സംവദിച്ച് നടന്നു വരുന്ന ഒരു കുട്ടി കൊലക്കത്തിയുമായിട്ടാണോ കയറി വരുന്നത് എന്ന് ഭയപ്പെടുന്ന അമ്മമാർ ഈ നാട്ടിലുണ്ട്. അമ്മമാരുടെ ശാപം പെയ്തിറങ്ങുകയാണ് ഈ നാട്ടിൽ, നിങ്ങൾ വിശ്വസിച്ചോളൂ. എന്നോട് തന്നെ എത്ര അമ്മമാർ പറഞ്ഞു. ആറന്മുള ക്ഷേത്ര നടയിൽ നിന്നുകൊണ്ട് ആകാശത്ത് കേൾക്കത്തക്ക പോലെയാണ് ഒരു അമ്മ നിലവിളിച്ച് പറഞ്ഞത്, ഈ സാധനം ഇവിടെ വേണ്ട എന്ന്. കാരണം കണക്കറ്റ് ജീവിതാനുഭവങ്ങൾ ആ അമ്മയ്ക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ സാധാരണ മദ്യം കഴിക്കുന്നത് പോലെ അല്ല രാസലഹരി. പള്ളിക്കൂട വരാന്തയിൽ വന്നു കയറുന്ന അപരിചിതനുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളോട് പറയണം, അവനോട് സംസാരിക്കാനേ പാടില്ല എന്ന്. വീട്ടിൽ കുട്ടികൾ സ്കൂൾ ബാഗുമായി വരുമ്പോൾ ബാഗ് തുറന്ന് പരിശോധിക്കണം. സ്മാർട്ട് ഫോണുമായിട്ട് മുറിക്കകത്ത് വാതിലിന് കുറ്റിവിട്ടും ഒരുപാട് മണിക്കൂറുകൾ കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ സ്നേഹപുരസരം നിങ്ങളുടെ സാന്നിധ്യവും അവിടെ ഉറപ്പുവരുത്തണം. വൈകുന്നേരങ്ങളിൽ വൃത്തികെട്ട സംഘങ്ങൾ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോരാൻ വരുന്നെങ്കിൽ നിങ്ങൾ സ്നേഹപുരസരം അവരെ പിന്തിരിപ്പിക്കണം. സ്കൂളിലേക്ക് വർഷത്തിൽ ഒരിക്കൽ പോലും പോകാത്ത എത്രയോ മാതാപിതാക്കൾ എൻ്റെ മുന്നിരിക്കുന്നുണ്ടാകും. നിങ്ങൾ പോകണം. വഴിക്കണ്ണുമായി വീട്ടിൽ കാത്തിരുന്നാൽ ചിലപ്പോൾ നിങ്ങളെ തേടി വരുന്നത് അപശകുനം പോലെ ചില വാർത്തകളായിരിക്കും. അത്തരം വാർത്തകളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്കൂളിൽ പോയാൽ സ്കൂളിൽ പോയി രക്ഷകർത്താക്കൾ അന്വേഷിക്കണം. ക്ലാസ് ടീച്ചറോട് ചോദിക്കണം, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെൺകുട്ടികളാണെങ്കിൽ അമ്മ മനസ്സിലാക്കണം. ഒരു പെൺകുട്ടിയുടെ കൈകാലികൾ വളരുന്നതും അവളുടെ ചിന്തകൾ മാറുന്നതും ഒക്കെ ഒരു അമ്മയ്ക്ക് മനസ്സിലാകുന്നത് പോലെ ഈ മണ്ണിൽ മറ്റാർക്കും മനസ്സിലാകില്ല. അതേപോലെയാണ് ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയിൽ ഉണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളും ഭാവഭാവാദികളും ഒക്കെ അതേ ശക്തിയിൽ മനസ്സിലാകുന്നത് ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകനും അധ്യാപികയ്ക്കായിരിക്കും. ഹൈക്കോടതിയുടെ പറഞ്ഞു, അധ്യാപകൻ ചൂരൽ കയ്യിലെടുത്തോളാൻ പറഞ്ഞു. കാര്യം ശാസനയ്ക്ക് അധ്യാപകന് അധികാരമുണ്ട്. ഒന്ന് വിരട്ടി കൊണ്ടുവരാൻ ഒരു ചൂരൽ വേണമെങ്കിൽ നിങ്ങൾ കയ്യിലെടുത്തോളൂ എന്ന് പറഞ്ഞു. നമ്മളിൽ പലരും ഉണ്ടല്ലോ, നമ്മുടെ കുട്ടിയെ ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ, നമ്മുടെ കുട്ടിയുടെ ചെവിയിലൊന്ന് നുള്ളിയാൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാനും പറ്റുമെങ്കിൽ ആ സ്കൂൾ തന്നെ തല്ലിപ്പൊളിക്കാനും നമ്മൾ തയ്യാറാകും. അതിനൊക്കെ നമുക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു അധ്യാപകൻ എന്നെ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കാഞ്ഞരം വടി കൊണ്ട് 14 അടി അടിച്ചിട്ടുണ്ട്. നോട്ട് എഴുതിക്കൊണ്ട് വരാത്തതിന് ഞാൻ പറഞ്ഞ മറുപടി അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചപ്പോൾ 14 അടി അടിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ. ഞാൻ അന്ന് അത് വീട്ടിൽ പറഞ്ഞില്ല. എൻ്റെ തുടയ്ക്കൊക്കെ അടി കിടക്കുന്നത് കൊണ്ട് അമ്മ ചോദിച്ചു, ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉറങ്ങിക്കിടക്കുമ്പോൾ ഏതൊരു ഇഴജന്തു എൻ്റെ തുടയിലൂടെ കയറിപ്പോയതാന്ന് പറഞ്ഞു. അമ്മ അത് വിശ്വസിച്ചു.
കാരണം എന്താണെന്നറിയാമോ? എൻ്റെ പിതാവിനോട് ഞാൻ പറയുകയാണ്, എനിക്ക് സ്കൂളിൽ നിന്ന് 14 അടി കിട്ടിയെന്ന് പറഞ്ഞാൽ ബാക്കി 6 അടി ബാക്കി അദ്ദേഹം തരും. എന്തിനാടാ നിന്നെ അടിച്ചത്? എന്തെങ്കിലും വൃത്തികേട് നീ കാണിച്ചില്ല, ഇങ്ങോട്ട് മാറി നിൽക്കുന്നു, ചെമ്പരത്തിക്കം പൊടിച്ച് ഒരു 6 എണ്ണം 14 + 6 = 20 ആ കണക്ക് കിട്ടും. എന്നാൽ ഇന്നതാണോ? ഒരു അധ്യാപകന് സൂക്ഷിച്ചെന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ നോക്കാൻ അവൻ ആരാ? കാറെടുക്കടി, കാറെടുക്ക്. ഭാര്യ കീ എടുത്തു കൊടുക്കുന്നു, വണ്ടി ഓടിച്ച് സഡൻ ബ്രേക്ക് ഇടാതെ ഒരൊറ്റ പോക്കാണ്. വണ്ടിയിൽ ഗേറ്റിൽ നിന്ന് തന്നെ വിളിക്കും, എടോ വാത്തിയാരെ ഇറങ്ങി വാന്ന് പറയും. അതിന് കിട്ടിയ തിരിച്ചടിയാണിത്. ഇന്ന് അമ്പരക്കുകയാണ്. പല രക്ഷാകർത്താക്കളും അധ്യാപകരോട് പറയുന്നു, ദയവ് ചെയ്ത് ആ പഴയ വടിയൊന്ന് കയ്യിലെടുക്കുമെന്ന് പറയുന്നു. എൻ്റെ കുട്ടി നാശത്തിലേക്ക് പോവുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, വടിയെടുക്കുക വാത്തിയാരേതാ പറയുന്നു. വാത്തിയാർക്ക് പേടി, കോടതി കയറേണ്ടി വന്നാലോ, പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടാലോ. അധ്യാപകരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാനും കുറച്ചു കാലം ഒരു മാഷായിരുന്നു തൃശ്ശൂരിലെ കേരള കോളേജിൽ. നിങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു ജോലിയുടേതല്ല, നിങ്ങളുടേതൊരു ജോലിയല്ല. ലോകത്ത് ഇത്രയും ആദരവ് കിട്ടുന്ന മറ്റൊരു പണിയില്ല ഈ വാദ്യാരി പണി പോലെ. എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ പഠിപ്പിച്ചൊരു കുട്ടി ചാടി എഴുന്നേറ്റ് മുണ്ടഴിച്ചിടത്തില്ലേ? അവൻ IAS ഓഫീസർ ആകട്ടെ, ജില്ലാ കളക്ടർ ആകട്ടെ, അതിനൊക്കെ നിങ്ങൾക്ക് വിലയിടാൻ പറ്റുമോ ആ ആദരവിന്? അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ 40 കുട്ടികളെയും നിങ്ങൾ നിരീക്ഷിക്കണം. നിതാന്ത ജാഗ്രത, കണ്ണിൽ എണ്ണയൊഴിച്ച് നിങ്ങൾ നിരീക്ഷിക്കണം. ഒരു കുട്ടി പോലും വഴുതിപ്പോകാൻ പാടില്ല നിങ്ങളുടെ നിയന്ത്രണങ്ങളിൽ നിന്ന്. നിങ്ങളൊരു സംഘം ഉണ്ടാക്കണം, ഒരു 3 അംഗ കമ്മിറ്റി, ക്ലാസ്സിലെ മോണിറ്റർ, ക്ലാസ് ടീച്ചർ, PTA ഒരു ഭാരവാഹി. എന്നിട്ട് ഈ 40 കുട്ടികളെ കുറിച്ച് ഒരു നോട്ട്ബുക്കിൽ എഴുതണം, എന്താണ് അവൻ്റെ ഭാവകാവാദികൾ, അവൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുന്നു എന്ന്. എന്നിട്ട് സ്കൂൾ ഡയറിയിൽ എഴുതി കൊടുത്ത് വീട്ടിലേക്ക് വിടണം. ഈ കുട്ടി ചലിക്കുന്ന വഴി കറക്റ്റല്ല, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. പോലീസിനും സംസ്ഥാന സർക്കാരും വിചാരിച്ചാൽ മാത്രം ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ഒരിക്കലും നമ്മൾ ധരിക്കരുത്. കാരണം കേരളത്തിലെ മുഴുവൻ ഒളിവിടങ്ങളും ഇല്ലാതായാലും, ബംഗളൂരു പോലുള്ള മഹാനഗരത്തിലെ ഉറവിടങ്ങൾ മൊത്തം തച്ച് തകർത്താലും പിന്നെയും വരും ഈ സാധനം. അപ്പൊ നമുക്ക് അവബോധം ഉണ്ടാക്കണം, പ്രചാരണം വേണം, തടയാൻ വേണം. കുട്ടികൾ തന്നെ വിചാരിക്കണം, ഈ സാധനം എനിക്ക് വേണ്ട എന്ന്. കുട്ടികളെ പഠിപ്പിക്കണം. കാരണം ഞാൻ പല മനഃശാസ്ത്രജ്ഞന്മാരോടും ഈ യാത്രയ്ക്ക് ശേഷം സംസാരിച്ചപ്പോൾ അവരെല്ലാം ഏകസ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വീടുകളിൽ ഒരു സാധനം നഷ്ടമായി പോയി. ആ സാധനമായിരുന്നു നമ്മളെ ഏകോപിപ്പിച്ച് ഒന്നാക്കി നിർത്തിയിരുന്നത്. ആ സാധനം ഇന്ന് ഗുളികയ്ക്കരയ്ക്കാൻ പോലും നമ്മുടെ വീടുകളിലില്ല. പരസ്പരമുള്ള സ്നേഹം. നമ്മൾ പരസ്പരം അങ്ങനെ സംസാരിക്കാറില്ല. 5 പേര് വീട്ടിലുണ്ടെങ്കിൽ 5 പേർക്കും സ്മാർട്ട് ഫോണുണ്ട്. പരസ്പരം സംസാരിക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴിയാണ്. വാട്സപ്പിൽ സന്ദേശം അയക്കും. സ്വന്തം അച്ഛനോട് ചോദിക്കും, അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? ഉടനെ അച്ഛൻ മെസ്സേജ് അയക്കുന്നു, സുഖമാണെന്ന് പറയുന്നു. അമ്മ അടുക്കളയിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു, കഞ്ഞി റെഡിയായിട്ടുണ്ട്, എല്ലാവരും കുടിക്കാൻ വരുമെന്ന് പറയുന്നു. കഞ്ഞി കുടിക്കുന്നതിനിടയിൽ തന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് തിരക്കാണ്, എന്തൊരു തിരക്കാണെന്നറിയോ? 10 പൈസയുടെ പണി കാണത്തില്ല, പക്ഷെ തിരക്ക് അഭിനയിച്ച് നമ്മൾ ജീവിച്ച് തീർക്കുന്നു. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കൺമുന്നിൽ ഒരുപാട് കാലം ജീവിച്ചു തീർക്കേണ്ട കുട്ടികൾ 7 കൊല്ലക്കാലം കൊണ്ട് കാലന്റെ ലോകത്തേക്ക് യാത്രയാകുന്ന കലാപരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. നമ്മളിപ്പം ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവിട്ടു പോകും. എന്നെ പോലെയുള്ള ആളുകൾക്ക് ആശങ്കയുണ്ട്. നമ്മളിപ്പോൾ അവസരത്തിന് തുയരാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ കുട്ടി മിടുക്കിയാണ്, മിടുക്കനാണ്, അവൻ ഇങ്ങനെയുള്ള കലാപരിപാടിക്ക് പോകില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങൾക്ക് തെറ്റി. MDMA കഴിച്ചു വരുന്നവൻ തൊട്ടയലത്തെ താമസമുണ്ടെങ്കിൽ സമാധാനത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. ഗേറ്റ് തകർത്ത് ഏത് സമയം അവൻ നിങ്ങളുടെ വാതിൽ പൊളിച്ച് അകത്ത് കയറി വരും. കാരണം അവനിൽ പ്രവർത്തിക്കുന്ന മാരകമായ വിഷമാണ്. അയൽവാസിയോടുള്ള സ്നേഹത്തിൻ്റെ താമരനൂൽ എന്നേ അവൻ വെട്ടിമാറ്റി കാണും. നിങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ, സൈക്കിളിൽ പോകുമ്പോൾ, വൈകുന്നേരങ്ങളിൽ നഗരങ്ങളിൽ പോകുമ്പോൾ ഈ MDMA പോലുള്ള ലഹരി കഴിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടിയെന്ന് വരും. അവൻ നിങ്ങളുടെ സ്വൈര ജീവിതം തകർക്കും. നിങ്ങളുടെ നെഞ്ചിൽ പിച്ചാത്തി കുത്തിയിറക്കാൻ അവൻ തയ്യാറാകും. പോലീസിന് എത്ര പേരെ സംരക്ഷിക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ പൊതുപ്രശ്നമാണ്. കുട്ടികൾ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നതുള്ള അല്ല പ്രശ്നം. കുട്ടികളില്ലാത്തവർക്കും തൊട്ടയൽപ്പക്കത്ത് ആളുകളുണ്ടെങ്കിൽ
കേരളത്തിൽ മനുഷ്യരുണ്ടെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നം ഒരു വെള്ളിടി പോലെ നമ്മുടെ തലച്ചോറിൽ വീഴേണ്ട സമയമാണിത്. വാർത്തകളുടെ വെള്ളപ്പൊക്കത്തിൽ, വാർത്തകളുടെ പ്രളയത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന വാർത്തകളാണിതൊക്കെ. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ വാർത്താമുറികളിൽ നിന്ന് പ്രക്ഷേപിക്കുന്ന വാർത്തകളെക്കാളും വളരെ കൂടുതലാണ് പ്രക്ഷേപിക്കാത്ത വാർത്തകൾ. സമൂഹം കിടുങ്ങിപ്പോകുന്ന ചില വാർത്തകൾ ഞങ്ങൾ പൂഴ്ത്തിവെക്കും. നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത വാർത്തകളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പൂഴ്ത്തിവെക്കും. കാരണം ഈ വാർത്തകളൊക്കെ മാലിന്യം പോലെ നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ സമാധാന ജീവിതം കെട്ടുപോകും. നമ്മുടെ സമാധാന ജീവിതത്തിൻ്റെ മേൽ സംസ്കാര ശൂന്യതയുടെ കരിപ്പടം വീഴും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ഒരു നിമിഷം പോലും നമുക്ക് കാത്തിരിക്കാൻ കഴിയില്ല. 14 ജില്ലകളിലൂടെ 30 ദിവസങ്ങൾ നീണ്ടുപോകുന്ന ഞങ്ങൾ നടത്തുന്ന ഈ കേരള പര്യടനം, ജനങ്ങളെ ഉണർത്താനുള്ള ഈ ബോധത്തിൻ്റെ പ്രവാഹം എല്ലാ ജില്ലകളിലേക്കും പടർന്നു കഴിയുമ്പോൾ കോഴിക്കോട്ടെ കടപ്പുറത്ത് ഈ മാസം 20-ാം തീയതി ഒരു മഹാസമ്മേളനം ചേരും. തിരമാലകൾ ആഞ്ഞടിക്കുന്ന ആവേശത്തിൽ കോഴിക്കോട്ടെ കടൽ വിളിച്ചു പറയുന്നത് പോലെ അന്ന് 10,000 വിളിച്ചു പറയും. അവസാനത്തെ ലഹരിക്കാരനും രാസലഹരി വിറ്റ് പണം സമ്പാദിക്കുന്ന പൊതുപ്രവർത്തനമുള്ള അയാളും ലഹരി കച്ചവടക്കാരും കേരളം വിട്ടു പോകണം. നമ്മുടെ അഭിമാനമായി കിടക്കുന്ന ഈ കൊച്ചു സംസ്ഥാനം ഒരു പച്ച പരവതാനി പോലെ നമ്മൾ നെഞ്ചിലേറ്റി നടക്കുന്ന ഈ മനോഹരമായ ലാവണ്യമൊഴുകുന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് വിളയാടാൻ അനുവദിക്കില്ല നമ്മൾ വിളിച്ചു പറയും. ഒരു അലറി അടിക്കുന്ന ഒരു തിരമാലയുടെ ആവേശത്തോടെ 1,00,000 ആളുകൾ ഒന്നായി വിളിച്ചു പറയും, കോഴിക്കോട് കടപ്പുറത്ത് മാരകമായ രാസലഹരികൾ നമ്മുടെ മണ്ണിൽ വേണ്ട, ഈ നാടെൻ്റെ അഭിമാനമാണ് എന്ന്. നിങ്ങളെ എല്ലാവരെയും കോഴിക്കോടേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എനിക്കും ആഷ്മിക്കും സ്മിതയ്ക്കും ഉത്തരവാദിത്വമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ മണ്ണിനോടൊരു ഉത്തരവാദിത്വമുണ്ട്. കേരളം എനിക്ക് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കാൻ വരട്ടെ. ഈ നാടിന് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് ഇന്ന് ഈ കാലത്ത് ഏറ്റവും പ്രസക്തം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഈ 20-ാം തീയതി ഈ മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ നടത്തുമ്പോൾ ഈ മഹാസമ്മേളനത്തിൽ ഒറ്റ ശബ്ദമേ ഉണ്ടാകാവൂ: നോ ഡ്രഗ്സ്, നോ വയലൻസ്. നമുക്കത് വിളിച്ചു പറയാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ വളരുന്ന, നമ്മുടെ പ്രാണന് തുല്യമായി നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾ നമുക്ക് കൈമോശം വരും. ആ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. വളരെ തീവ്രമായ ആലോചനയ്ക്ക് ശേഷമാണ് ഞാൻ ഈ 30 ദിവസം നടക്കാൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാനിങ്ങനെ നടന്നുവെന്നും വരില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ നാട് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണോ അതിൻ്റെ കടയറുത്ത് വീഴുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അമ്മമാർ, പിതാക്കന്മാർ, അധ്യാപകർ, പോലീസുകാർ, സാമൂഹ്യ സുരക്ഷാ പ്രവർത്തകർ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, സർക്കാർ, ആഭ്യന്തര വകുപ്പ്, ഇതെല്ലാം ഒന്നിച്ചണിചേരുമ്പോഴും എത്രമാത്രം ജനങ്ങൾക്കിതിൽ ബോധമുണ്ടാകുന്നു അത്രയും വേഗം ഈ പ്രശ്നം അവസാനിക്കും. നിങ്ങൾക്കറിയുന്നത് പോലെ ഒരുപാട് ദിവസങ്ങളെടുത്ത് നമ്മളിത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം കുട്ടികൾ ചിലപ്പോൾ ഇത്തരം മാരകമായ ലഹരിക്ക് അടിമയാകും. ക്ലാസ് മുറികളിലൊക്കെ നിതാന്ത ശ്രദ്ധ വേണം. വീടുകളിൽ കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കണം. മനുഷ്യാവകാശത്തിൻ്റെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യാൻ വരുന്നവരെ ആട്ടിപ്പായിക്കണം. കേരളമുണ്ടെങ്കിലേ മനുഷ്യന് അവകാശമുള്ളൂ. ഇന്ത്യൻ ഭരണഘടന പഠിച്ച ഒരാളാണ് ഞാൻ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നമ്മുടെ നാട്ടിൽ വാരിക്കോരി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവകാശങ്ങൾക്ക് ധ്വംസനം ഉണ്ടായിരിക്കുന്നു. ഒരു ജനസമൂഹത്തിൻ്റെ, ഒരു ജനസാമാന്യത്തിൻ്റെ സ്വൈര്യ ജീവിതത്തിന് നേരെ കൊലക്കത്തിയുമായി പാഞ്ഞു വരുന്ന രാസലഹരിക്കാരനെ നമുക്ക് തളച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്കൂള് തന്നെ കുറച്ച് പണം ചെലവഴിച്ചാലും വേണ്ടില്ല, ഇത്രയും വലിയ സാമൂഹ്യ പ്രസക്തിയുള്ള മറ്റൊരു വിഷയം നമുക്കിപ്പോൾ ഉയർത്താനില്ല. നിങ്ങൾ വണ്ടി പിടിച്ചു വരണം കോഴിക്കോട്ടേക്ക്. വണ്ടി പിടിച്ചു വന്ന മഹാറാലിയിൽ നമുക്ക് പറയണം, ഈ നാട് ഇതിനൊന്നും പറ്റിയ സ്ഥലമല്ലെന്ന്, ഈ നാട്ടിൽ ഒറ്റ ശബ്ദമേ ഉള്ളൂവെന്ന്. ലോകത്തിൻ്റെ നെറുകയിൽ കയറി നിന്ന് കേരളം വളരെ ആവേശത്തോടെ പറയുമ്പോൾ ആ ആവേശത്തിൻ്റെ കരുത്തിൽ ഈ നരാധമന്മാർ ഒലിച്ചു പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി
മലയാളിക്ക് ഒരു ശബ്ദമേ ഉള്ളൂ എന്ന് വരുന്ന സ്ഥലത്ത് ഒരു സ്വാർത്ഥതയുള്ളവനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത്തരമൊരു കരുത്തിലേക്ക് കോഴിക്കോട് കടപ്പുറത്തേക്ക് അടുത്ത മാസം 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ അണിചേരുമ്പോൾ നിങ്ങളും അവിടെ ഉണ്ടാകണം, ഈ സ്കൂളും അവിടെ ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരാളോ 10,000-ഓ 10 ലക്ഷം ആളുകളോ വിചാരിച്ചാൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത്ര കൂടുതൽ കൈവിട്ടു പോയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ പോലീസ് സംവിധാനത്തിന് നമ്മുടെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഈ നരാധമന്മാരെ കയ്യാമം വയ്ക്കാനും ഇവന്റെ കോട്ടകളിലേക്ക്, അവന്റെ പൊന്നാപരം കോട്ടകളിലേക്ക് കടന്നു കയറി അവന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തച്ച് തകർക്കാനും നമ്മുടെ മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയും. പക്ഷേ നമ്മുടെ പിൻബലം വേണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അടുത്ത മാസം 20-ാം തീയതി നമ്മൾ കോഴിക്കോട്ട് കടപ്പുറത്ത് കാണും. അന്ന് നമ്മൾ വിളിച്ചു പറയും മലയാളിയുടെ കരുത്ത് എന്താണ്. വരിക, പങ്കെടുക്കുക, അണിചേരുക. ഗുഡ് ബൈ. താങ്ക് യു. വളരെ മനോഹരമായ ഒരു പ്രസംഗം, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രസംഗം തന്നെയാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൻ്റെ ആ മാറ്റം, ഏറ്റവും അനിവാര്യമായ മാറ്റം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള SKNന്റെ അതിമനോഹരമായ പ്രസംഗത്തിന് നല്ലൊരു കൈയടി എല്ലാവരും ഉറക്കെ അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹം എടുത്തിരിക്കുന്ന എഫർട്ട് അത്ര വലുതാണ്. അടുത്തതായി നമ്മളോട് സംവദിക്കുന്നതിനായി നമ്മുടെ എല്ലാം നമുക്കറിയാം, എൻകൗണ്ടർ പ്രോഗ്രാം കാണുമ്പോൾ ആ തുടിക്കുന്ന വാക്കുകൾ നമ്മുടെയൊക്കെ സിരകളിലേക്ക് അതിങ്ങനെ അടിച്ചു കയറൂല്ലേ. ഹാഷ്മിയുടെ വാക്കുകൾ അതിമനോഹരമായി. എൻകൗണ്ടർ, നമ്മൾ എല്ലാ ദിവസവും എൻകൗണ്ടർ ഹാഷ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് കാണും. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ആ നല്ല വാക്കുകൾ ഞങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാനായി ഏറ്റവും സ്നേഹത്തോടെ ഹാഷ്മിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ആവേശകരമായ ചിന്തോദ്ദീപകമായ SKNന്റെ ഒരു പ്രഭാഷണത്തിന് ശേഷം വലിയ വാക്കുകൾക്ക് ഇനി പ്രസക്തി ഇല്ലെങ്കിൽ കൂടിയും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ കേട്ടതാണ് ഭയം വേണ്ട ജാഗ്രത മതി എന്ന ഒരു ടാഗ്ലൈൻ. ഇക്കാലത്തിൻ്റെ ടാഗ്ലൈൻ അങ്ങനെയല്ല. ഭയം വേണം, ജാഗ്രതയും വേണം എന്ന കൃത്യമായ ടാഗ്ലൈൻ തന്നെയാണ് നമ്മൾ ഈ വർഷം പുലരുന്ന 2025 പുലരുന്ന ജനുവരി 1-ാം തീയതി നമ്മൾ കേട്ട വാർത്ത. തെക്കിൻകാട് മൈതാനത്ത് 15-16 വയസ്സുള്ള 2 കുട്ടികൾ ചേർന്ന് 30 വയസ്സുകാരനെ കുത്തിക്കൊന്നു എന്ന വാർത്തയാണ്. കുട്ടികൾ MDMA ലഹരിക്കടിമകളായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ നിൽക്കുന്ന ഈ 4 മാസങ്ങളിൽ നമ്മൾ കണ്ട ചോരയ്ക്ക് കയ്യും കണക്കുണ്ടോ? നമ്മൾ കണ്ട അക്രമത്തിന്, ഹിംസയ്ക്ക്, അങ്ങേയറ്റത്തെ ചോര മരവിച്ചു പോകുന്ന, നട്ടല് മരവിച്ചു പോകുന്ന ക്രൂരകൃത്യങ്ങൾക്ക്, കൂട്ടക്കൊലപാതകങ്ങൾക്ക് കയ്യും കണക്കുണ്ടോ? നമ്മൾ കണ്ട MDMA ലഹരിവേട്ട കയ്യും കണക്കുണ്ടോ? അതുകൊണ്ട് വല്ലാത്ത കാലമാണ്. ഈ കാലത്ത് നമുക്ക് നിസ്സംഗരായിരിക്കുന്നവർ അപരാധികളാണ് എന്നേ പറയുകയുള്ളൂ. ഈ കാലത്തോട് ചെയ്യുന്ന തെറ്റായിരിക്കും. ഒരു മൗനം കൊണ്ടുപോലും നമ്മൾ മിണ്ടാതിരിക്കുക. അരുത് ലഹരി എന്നൊരു വാക്ക് ഒരു ദിവസമെങ്കിലും പറയാതിരുന്നാൽ മൗനം കൊണ്ടുപോലും നമ്മൾ അവർ പിന്തുണ നൽകുന്നവരാകും. ഈ കാലത്തോട് ചെയ്യുന്ന മഹാപരാധമാകും അത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും നമ്മൾ കാണുന്നു, ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന MDMA വേട്ടയ്ക്ക് അല്ലെങ്കിൽ കഞ്ചാവ് വേട്ടയ്ക്ക് ഓരോ ദിവസവും അറുതിയില്ലാതെ, ഇതിനൊരു അറുതിയില്ല ദൈവം എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരുപാട് ലഹരി. ഇന്നും ഇന്ന് ഒറ്റ ദിവസത്തെ വാർത്ത മാത്രം എടുത്താൽ തന്നെ ഞാൻ നോക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ വാർത്താ ഗ്രൂപ്പിലേക്ക് വന്ന ഈ പറഞ്ഞ ലഹരിവേട്ടയുടെ ഇന്ന് മാത്രം വന്ന വാർത്തകൾ നോക്കൂ. ഏറ്റവും ഒടുവിൽ വന്നത് ഒറ്റപ്പാലത്ത് മാരകമയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി യുവാവ് പിടിയിലായി. ഒറ്റപ്പാലം വരോട് കോലത്തുപറമ്പ് സ്വദേശി. കണ്ണൂർ മാങ്ങാട്ടടുത്ത് 2.5 കിലോ കഞ്ചാവ് പിടികൂടി. കുറുമ്പുക്കൽ സ്വദേശി പിടിയിൽ. ആറ്റിങ്ങലിൽ KSRTC ബസ്സിൽ MDMA കടത്താൻ ശ്രമം. 51 ഗ്രാം MDMA 3 പേർ പോലീസ് പിടിയിൽ. അങ്ങനെ വന്നു ഇന്ന് ഒരൊറ്റ ദിവസം മാത്രം വരുന്ന MDMAയുടെയും കഞ്ചാവിൻ്റെയും വേട്ട വാർത്തയാണ്. മാത്രമല്ല പത്തനംതിട്ടയിൽ 2012 7 കിലോ കഞ്ചാവ് പിടിച്ചപ്പോൾ 2023 ആയപ്പോൾ പിടികൂടിയത് 115 കിലോ കഞ്ചാവാണ്. 2012 മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം 12 ആണെങ്കിൽ 2022 ആ മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം 524 എന്നുള്ളതാണ്. ഇതിൽ ബഹുഭൂരിപക്ഷവും MDMA കേസുകളാണ്, കഞ്ചാവ് കേസ് പോലുമല്ല എന്നുള്ളതാണ്. MDMA എന്ന് പറഞ്ഞാൽ കില്ലർ ഡ്രഗ് എന്ന ഗണത്തിൽപ്പെടുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഈ addictioncenter.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആധികാരിക ലേഖനങ്ങൾ വരുന്നൊരു വെബ്സൈറ്റാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം ഈ 2000 ജനുവരിയിൽ അതിൽ വന്നൊരു ലേഖനത്തിൽ പറയുന്ന ടോപ്പ് 15 മോസ്റ്റ് ഡേഞ്ചറസ് ഡ്രഗ്സിൽ പറയുന്നത് ഫെന്റാനിൽ, ഹെറോയിൻ, ഹൈഡ്രോകോഡോൺ, മെത്തഡോൺ, മോർഫിൻ, ഓക്സിക്കോഡോൺ, കൊക്കൈൻ, മെത്താംഫിറ്റമിൻ, അലപ്രസോൾ, ഡയസപ്പാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങൾ പിടികൂടുന്ന ലഹരികളിൽ ഈ പറയുന്ന മോസ്റ്റ് ഡേഞ്ചറസ് ലഹരികൾ ഒട്ടുമിക്ക എല്ലാ ലഹരിയും പിടികൂടുന്നുണ്ട് എന്നതാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ കില്ലർ ഡ്രഗാണ്.
വൺ ടൈം യൂസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുകവലിയാവട്ടെ അല്ലെങ്കിൽ മദ്യപാനമാവട്ടെ അതിൻ്റെയൊക്കെ അഡിക്ഷനായ ആളെ തിരിച്ചു കൊണ്ടുവരുന്ന ഓപ്ഷനുകളും ഉണ്ട്. ഇത് കില്ലർ ഡ്രഗാണ്. കില്ലർ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റത്തവണ ഉപയോഗിച്ചാൽ ആ ഒറ്റത്തവണ ഉപയോഗിച്ചത് മതി, അടുത്ത തവണ അഡിക്ഷനിലേക്കുള്ളതാവാൻ ആ ഒറ്റത്തവണ ഉപയോഗം മതി. നമ്മൾ ഒരുപാട് കണ്ടു, നമുക്കിനി വയ്യ, നമുക്കിനി നമ്മുടെ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കാനില്ല. എന്നോട് രക്ഷകർത്താവ് പറയുകയായിരുന്നു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അയാളുടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഏത് രീതിയിൽ ഈ പറയുന്ന ചോക്ലേറ്റ് വഴി MDMA കലർത്തി കൊടുത്ത് ആ കുഞ്ഞ് ആ റാക്കറ്റിൽ പെടുന്നതും ഈ പിതാവിൻ്റെ വളരെ ഭഗീരഥ പ്രയത്നത്തിലൂടെ ഈ കുട്ടിയെ രക്ഷിച്ചെടുക്കുന്നതും ഒക്കെ കഥകൾ, ഒക്കെ കാര്യങ്ങൾ നമ്മൾ എത്രയാണ് ഈ ദിവസങ്ങൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നു, ഇനി ഡ്രഗ് കാർട്ടലുകളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തരാനില്ല, ഞങ്ങളുടെ വരും തലമുറയെ തകർക്കാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ സന്ദേശയാത്ര. യാത്രയ്ക്ക് കിട്ടുന്ന സ്വീകരണങ്ങൾ, യാത്രയ്ക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ അത്രത്തോളം വലുതാണ്. നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മൾ ഈ കാലത്ത് ഈ ഉത്തരവാദിത്വമായി ഇറങ്ങി എന്നതിൻ്റെ പൂർണ്ണമായ സാധൂകരണം ഈ പ്രതികരണ രൂപങ്ങൾ നമുക്ക് കിട്ടുന്നു. അത് SKN പറഞ്ഞതുപോലെ കോഴിക്കോട് കടപ്പുറത്ത് സമാപിക്കുകയാണ് വരുന്ന 20-ാം തീയതി. ആ 20-ാം തീയതി എല്ലാവരും അവിടെ ഉണ്ടാകും. എല്ലാവരുടെയും ശബ്ദം ഒറ്റ സ്വരത്തിൽ മുഴങ്ങും. അവിടെ ആ കോഴിക്കോട് കടപ്പുറത്ത് ആർത്തലയ്ക്കുന്ന കടൽത്തിരകളെയൊക്കെ നമ്മൾ പറയും, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കുഞ്ചിക്ക് പിടിച്ചു കുടുക്കി കടക്കടാ പുറത്ത് എന്നലറിയവരുടെ പിന്മുറക്കാരാണോ ഞങ്ങൾ? എന്നിട്ടാണോ നിങ്ങളുടെ ഈ ഡ്രഗ് കാർട്ടൽ, ഈ ലഹരി മാഫിയ, നിങ്ങൾ ഈ നാടിന് വേണ്ട, കടക്കുപുറത്ത് എന്ന് നമ്മൾ ഒറ്റ ശ്വാസത്തിൽ നമ്മൾ പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപനത്തിൽ ഈ പറയുന്ന ദുഷ്ടന്മാരുടെ, അധമന്മാരുടെ, നീചന്മാരുടെ ആ മാഫിയ കിടുങ്ങും. അവർ ഈ നാടിൽ നിന്ന് നാട് കടക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുണ്ട്. നമ്മൾക്ക് ഒറ്റക്കെട്ടായി ആ ഒരു മഹാലക്ഷ്യത്തിലേക്ക് മുന്നേറാം. നമുക്കിനിയും കാത്തിരിക്കാൻ വയ്യ. താങ്ക് യു. താങ്ക്സ് ലോട്ട്. താങ്ക് യു ആഷ്മി. സ്റ്റുഡിയോയുടെ ഉള്ളിൽ കുത്തിരുന്ന് നമ്മൾ കേൾക്കുന്ന വാക്കുകൾ ലൈവായി ഞങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ച SKN ടീമിന് നല്ലൊരു കയ്യടി. ആ തന്നിരിക്കുന്ന വാക്കുകൾ, SKNും ആഷ്മിയും പറഞ്ഞ വാക്കുകൾ ഞങ്ങളുടെ എരുമപ്പെട്ടി ഗ്രാമം ഏറ്റെടുത്തുകൊണ്ട് ലഹരി വിരുദ്ധ ഗ്രാമമായി ഈ ഗ്രാമത്തെ ഞങ്ങൾ മാറ്റുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നെ അടുത്തതായി നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബസന്തലാൽ അവറുകളെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, ഏറ്റവും പ്രിയപ്പെട്ട ആളൂരച്ചൻ, വേദിയിലുള്ള 24-ൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വം, SKN, ഹാഷ്മി ഉൾപ്പെടെയുള്ള, ജലീൽ ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെ നാം ഇങ്ങനെ ഈ ലഹരിയിലേക്ക് എത്തി, എങ്ങനെ ഈ കേരളം ലഹരിക്കടിമയായി എന്നുകൂടി പറയുമ്പോഴാണ് ഈ ഭാഗം പൂർണ്ണമാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥി കലാലയ രാഷ്ട്രീയ കാലഘട്ടം കേരളത്തെ നടുക്കിയ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. ആ തീരുമാനം ഇതായിരുന്നു: കേരളത്തിൽ നിന്ന് കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ആ നിരോധിക്കപ്പെട്ട സംഘടനാ രാഷ്ട്രീയം കാരണമെന്ന് അന്ന് പറഞ്ഞത് കലാലയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ കലാപമായിരുന്നു എന്നായിരുന്നു. പക്ഷേ ആ കലാപത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അന്നത്തെ സർക്കാരും ബഹുമാനപ്പെട്ട കോടതിയുടെയൊക്കെ ഇടപെടലിൻ്റെ കാഴ്ചപ്പാട് ശരിയായിരുന്നില്ല. ഇന്ന് കേരളത്തിലെ മലയാളി അത് അഭിമുഖീകരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം, ആ ഒരു കാലഘട്ടത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിലെ കലാലയങ്ങളുണ്ടായിരുന്നു. ആ കലാലയങ്ങളിലെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ ഒറ്റക്കെട്ടായി പറഞ്ഞത്, എൻ്റെ വിദ്യാർത്ഥി സംഘടനയിലുള്ള ഒരു കുട്ടി പോലും ഇങ്ങനെയുള്ള റാഗിംഗ് റാക്കറ്റുകളിൽ പെടില്ല, ഇങ്ങനെയുള്ള മദ്യ റാക്കറ്റുകളിൽ പെടില്ല. അവൻ ഏതെങ്കിലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ അതിനെതിരായ നിലപാട് സ്വീകരിക്കാൻ എൻ്റെ വിദ്യാർത്ഥി സംഘടന ഞങ്ങൾ തയ്യാറാണ് എന്ന് കുട്ടിയുടെ നിറം നോക്കാതെ പറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. അത് മാറി എന്നുള്ളതാണിപ്പോൾ. വിദ്യാർത്ഥികളിലേക്ക്, ക്യാമ്പസുകളിലേക്ക് ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപപ്പെടുന്നതിലേക്ക് കാര്യം മാറിയത്. ഓരോ ക്ലാസ്സുകൾ രൂപീകരിച്ച് ആ ക്ലാസ്സുകൾക്കകത്ത് ഇന്ന് പുതിയ അപരനാമങ്ങളിലെ ഗ്രൂപ്പുകൾ രൂപപ്പെടുകയാണ് ഇന്ന് ഈ കേരളത്തിൽ. ഹയർ സെക്കൻഡറിയിലെ +1-ൽ, +2-ൽ, ഹൈസ്കൂളിലെ +1-ൽ, +2-ൽ ഇപ്പം നാം നേരിടുന്നത് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ നമ്മളുടെ മക്കളെ രക്ഷാകർത്താവിനെ വിളിച്ചു വരുത്തി അവരുടെ കൂടെ വീട്ടിലേക്ക് വിടേണ്ടി വരുന്ന ഒരു പുതിയ സാഹചര്യത്തിലേക്ക് ഇന്ന് മലയാളി, ഞാനും നമ്മളും നമ്മുടെ തലമുറയെത്തുകയാണ്. നന്നായി ചിന്തിച്ചു പോകേണ്ട കാലം. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് എങ്ങനെ എത്തി? ഏതെങ്കിലും സാഹചര്യത്തിൽ രൂപപ്പെട്ടു വരുന്ന പ്രശ്നത്തെ ഏകീകരിച്ച് കാണാതെ, അതിൻ്റെ ഭാവി എന്ത് എന്ന് നോക്കിക്കാണാതെ നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഞാനും നിങ്ങളും
സഹതപിക്കുക. നമുക്കൊന്നിച്ച് പറയാനാകണം മലയാളിക്ക്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എൻ്റെ വീട്ടിലെ എൻ്റെ മക്കൾ ഇതിന് അടിമപ്പെടില്ല എന്ന് ഉറപ്പുണ്ടാക്കണം. കേരളത്തിലെ മുഴുവൻ കുട്ടികളെയും ഈ സംവിധാനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി മാറ്റാൻ നമുക്കാകണം. ഉറപ്പാണ് അവർ അംബാസിഡർമാരാകും. അതിന് നല്ല വർത്തമാനം പറയാൻ നമ്മുടെ രക്ഷാകർത്താക്കൾക്കാകണം. നല്ല ഭാഷ മക്കളോട് സംസാരിക്കാൻ നമ്മുടെ രക്ഷകർത്താക്കൾക്കാകണം. മക്കളുമായി സംവദിക്കാൻ, കൂടിയിരിക്കാൻ നമുക്ക് ആകണം എന്നുള്ളതാണ്. ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലാണ് നമ്മൾ. ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാറി വീടിനകത്തുള്ള പ്രശ്നങ്ങളെ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ആ കുടുംബത്ത് ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന് സംസാരിക്കാൻ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു കാലം രൂപപ്പെടുത്തണം. അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് അതിവിദൂരത്തല്ല, നമുക്ക് വളരെ വേഗത്തിൽ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത തലത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളത്തെ നമുക്ക് മാറ്റാൻ ഞാനും ഞങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിന് ഒന്നിച്ച് മനസ്സിലാക്കി പോകാൻ കഴിയും എന്നുള്ളതാണ്. തീർച്ചയായും അതിന് കഴിയുന്നൊരു സാഹചര്യം ഇവിടെയുണ്ട് എന്നുള്ളതാണ്. അതിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, എല്ലാ സമൂഹവും, എല്ലാ വിഭാഗവും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. എൻ്റെ മകൻ ശരിയല്ല എന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ മകനെ ശരിയാക്കിയെടുക്കാൻ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ ശരിയാക്കിയെടുക്കാൻ കഴിയുന്ന അച്ഛനമ്മമാരുമായി നമുക്ക് മാറണം. എൻ്റെ മക്കളുടെ ബാഗുകൾ, സ്കൂൾ ബാഗുകൾ ദിവസവും നമുക്ക് പരിശോധിക്കാൻ കഴിയണം. ബാഗിനകത്ത് എന്താണ് അവർ കൊണ്ടുവരുന്നത്, എന്താണ് അവർ കൊണ്ടുവന്ന് വയ്ക്കുന്നത്, എന്താണ് അവരുടെ മൊബൈൽ ഫോണിലൂടെ സഞ്ചരിക്കുന്നത്, ഏതൊക്കെ മേഖലയിലൂടെയാണ് അവർ മൊബൈൽ ഫോണിലൂടെ സഞ്ചരിക്കുന്നത്, ഇത് പരിശോധിക്കാൻ നമുക്കാകണം. അതിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ല. അത് 1-ാം ക്ലാസ്സോ 2-ാം ക്ലാസ്സോ മുതൽ തുടങ്ങിയാൽ മുകളിലോട്ടെല്ലാം ഇതാണ്. അപ്പോൾ ഇത് നന്നായി പരിശോധിക്കാനും നല്ല ഇടപെടൽ നടത്താനും ഇതിനെതിരായ നിലപാട് സ്വീകരിക്കാനും ലഹരി വിമുക്തമായ ഒരു നാട് അത് ബോധ്യപ്പെടുത്തേണ്ടത് നല്ല ബോധവൽക്കരണത്തിലൂടെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടത്. നിരോധനത്തിലൂടെയൊന്നും ഇത് മാറുമെന്ന അഭിപ്രായം വ്യക്തിപരമായി എനിക്കില്ല. പക്ഷേ അത് നല്ല ബോധ്യപ്പെടുത്തലുകളിലൂടെ ഓരോ കുടുംബത്തിലെയും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വമായി നമുക്ക് ഈ കേരളത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണമെന്നുള്ളതാണ്. അതുതന്നെയാണ് കേരളത്തിൻ്റെ നിയമസഭ ഒറ്റ ദിവസം പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്ത് ഈ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന നിലയിൽ ഈ നാട്ടിലെ ജനപ്രതിനിധികളെയാകെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാകെ, പൊതുസമൂഹത്തെയാകെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ക്യാമ്പയിനിലേക്ക് നമ്മൾ പോകുന്നത് അതിന് ഒരു പ്രചോദനമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും ഇത് നേതൃത്വം കൊടുത്ത 24-ൻ്റെ നേതൃത്വത്തെ കൂടി നമ്മുടെ ഭരണസമിതിക്ക് വേണ്ടി, എരുമപ്പെട്ടി പൗലാവലിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ തരും. താങ്ക് യു ലാലേട്ടാ, ഏറ്റവും മനോഹരമായ വാക്കുകൾക്ക്. അടുത്തതായി 24-ലൂടെ നമ്മൾ എന്നും മനോഹരമായ ചിരി എന്ന് നമ്മളെല്ലാവരും കമന്റ് ചെയ്യുന്ന നമ്മുടെ സ്മിത ഹരിദാസ് വളരെ മനോഹരമായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആ സ്മിതയെ എരുമപ്പെട്ടി ഗ്രാമത്തിന്റെ ആ ഒരു ഊഷ്മളതയോടുകൂടി തന്നെ 2 വാക്ക് സംസാരിക്കാനായി സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എന്നെക്കുറിച്ച് പറഞ്ഞ ആ വാക്കിന് വളരെ നന്ദി. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ ഉദിക്കയാണെന്ന ആത്മാവിൽ നിത്യ നിർമ്മല പൗർണമി. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മളൊരു ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നേരിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്കൊരു ചിരി കിട്ടും. നിങ്ങളത് പരീക്ഷിച്ച് നോക്കിക്കോ. ഞാനത് പരീക്ഷിച്ച് വിജയിച്ച ഒരാളാണ്. നമ്മളിനി എത്ര മോശം ഒരു ദിവസമാണെങ്കിലും, എത്ര മോശം ഒരു കാലത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിലും നമ്മൾ നന്നായിട്ട് ചിരിച്ച് കണ്ണാടിയിൽ നോക്കി ഒരു ദിവസം തുടങ്ങി അന്നത്തെ ദിവസം മുഴുവനും ചിരിച്ചുകൊണ്ട് മനുഷ്യരോട് പെരുമാറിയാൽ തീർച്ചയായിട്ടും ആ ചിരിയും സ്നേഹവും നമുക്ക് കിട്ടും. അപ്പം അത് നമ്മളിലേക്ക് വരികയാണ് ആ സ്നേഹം, അല്ലേ? അത് തന്നെയാണ് ഈ ചിരിക്ക് പിന്നിലുള്ളത് കേട്ടോ, വേറെ ഒന്നുമില്ല. ചിരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നമ്മുടെ ജീവിതങ്ങളിൽ ചിരി കെടുത്തുന്ന ഒന്നിനെക്കുറിച്ച്, അത് എങ്ങനെ തടയാം, അതിനെ പൂർണ്ണമായും എങ്ങനെ ഇല്ലാതാക്കാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും. നമ്മൾ കാണാറുണ്ടല്ലേ, കൊച്ചുകുട്ടികളൊക്കെ നല്ല സന്തോഷത്തിൽ വളർന്നു വന്നിരുന്ന, കുടുംബാന്തരീക്ഷമൊക്കെ വളരെ സന്തോഷമായി പോയിരുന്ന ഒരു കാലത്തുനിന്ന് ഇപ്പം പല വീടുകളിലും ഈ മദ്യവും മയക്കുമരുന്നും പ്രത്യേകിച്ച് ഈ രാസലഹരിയൊക്കെ ആ ചിരി മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ജീവിതത്തിലെ വസന്തം മുഴുവനും പോയതുപോലെ ഇരുട്ടിലാണ്ട പോലെ കുടുംബങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ അക്രമം അരുത്, ലഹരി അരുത്, ഇതിനെതിരെ ശക്തമായി നമ്മളെല്ലാവരും തന്നെ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനവുമായി SKN40 അല്ലെങ്കിൽ വേറെ എന്തെല്ലാം തരത്തിൽ ആഘോഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരാൾ 40 വർഷമായിട്ട് ഇങ്ങനെ
കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ ഇങ്ങനെ ഇടം പിടിച്ച് കേരളത്തിൻ്റെ മാധ്യമ ചരിത്രമായി മാറുന്ന ഒരാൾ തൻ്റെ 40 വർഷം അത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരായി ഇങ്ങനെ ഒരു തുള്ളിയായി പല തുള്ളികളായി ഒരു സമുദ്രം പോലെ ഒഴുകി അതിനി ഏപ്രിൽ 20-ാം തീയതി കോഴിക്കോട്ട് അത് അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മഹാസാഗരമായി മാറണം. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവണം. നമുക്ക് ഈ ലഹരിയെ, അതായത് പണ്ടൊക്കെ കുറച്ച് രസത്തിന് വേണ്ടി തുടങ്ങിയിരുന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഓരോരുത്തരായിട്ട് കുമ്പസാരക്കൂട്ടിൽ എന്ന പോലെ പറയുന്നു, എനിക്കിതിൽ നിന്ന് മോചനമില്ലാതായിരിക്കുന്നു, എനിക്ക് എൻ്റെ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത പോലെ അത്രയ്ക്ക് ഞാൻ ഇതിന് അടിമയായി മാറിയിരിക്കുന്നു, എന്നെ രക്ഷിക്കൂ എന്ന് നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ നിലവിളി കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതാവണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം. അപ്പം എല്ലാവരുടെയും ഉള്ളിൽ ആ ദീപം നമ്മളങ്ങനെ തെളിച്ചു വെക്കണം. വിളക്കു കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം. ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിലാണ് ആദ്യത്തെ തിരി. അതിങ്ങനെ എല്ലാവരിലേക്കും ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കട്ടെ. മനസ്സിൽ ഹൃദയത്തിൽ സ്നേഹം ഇങ്ങനെ നിറയട്ടെ. ജീവിതം വസന്തമായി മാറട്ടെ. എനിക്ക് അത്രേ പറയാനുള്ളൂ, ആശിക്കാനുള്ളൂ. നമുക്കൊന്നിച്ച് ലഹരിക്കെതിരെ മുന്നേറാം. താങ്ക് യു. താങ്ക് യു സ്മിത, ഏറ്റവും നല്ല വാക്കുകൾക്ക്. അടുത്തതായി SKN40 ടീം അംഗങ്ങളെ ആദരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും 24-ന്റെ അഭിമാനം എന്ന് പറയുമ്പോൾ എരുമകുട്ടി ഗ്രാമത്തിൻ്റെയും അഭിമാനമായി നിമിഷം നിൽക്കുന്ന SKN ആദരം അർപ്പിക്കാൻ വേണ്ടി ആദ്യമായി ജാഗ്രതാ സമിതിയാണ് ഇവിടെ ആദരം നൽകുന്നത്. ആദരം ഏറ്റുവാങ്ങാനായി ഏറ്റവും ബഹുമാനനായ ശ്രീകണ്ഠൻ നായരെ, അത് നൽകുന്നതിനായി ജാഗ്രതാ സമിതിയുടെ ചെയർമാൻ വെരി റെവറൻഡ് ഫാദർ ജോഷിയാളൂർ, ഭാരവാഹികളായ അബ്ബാസ് കാരങ്കിൽ, ബാബു മാസ്റ്റർ, KC ഡേവിസ്, റഷീദ് എരുമപ്പെട്ടി എന്നിവരെയും ക്ഷണിക്കുന്നു. ഉസ്മാൻ കെയെയും ക്ഷണിക്കുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ നമ്മൾ ഈ യാത്രയുടെ അവസാനം മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ ഈ വർദ്ധിച്ചു വരുന്ന ഈ മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ തന്നെയായിരിക്കും. അത് ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നടപടികൾ, സാധാരണ റിപ്പോർട്ടിൻ്റെ സ്വഭാവം. എന്നാൽ അതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻഷ്യൽ രേഖയായിരിക്കും. അത് മുഖ്യമന്ത്രിക്ക് മാത്രം കൊടുക്കുന്ന രേഖയായിരിക്കും. അതിൽ ഈ ഉറവിടങ്ങൾ, ഇതിൻ്റെ വാഹകർ, കാരിയർമാർ, ഒളിത്താവളങ്ങൾ, ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഇവരെ സഹായിക്കുന്ന പൊതുപ്രവർത്തകർ, നേതാക്കന്മാർ, ജന്മികൾ, കുടിയാന്മാർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഫോട്ടോ സഹിതം പറ്റുമെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന 2-ാം ഭാഗത്തിലുണ്ടാകും. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഗവേഷണ വിഭാഗം നമുക്കിപ്പം യാത്ര ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ മുഖ്യ ഗവേഷകൻ എൻ്റെ പ്രസംഗം കേട്ടിട്ടൊരു സന്ദേശം ഇപ്പോൾ അയച്ചു. ഞാൻ ഈ കോഴിക്കോട് നടക്കുന്ന സമ്മേളനം അടുത്ത മാസം 20-ാം തീയതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെയല്ല, നിങ്ങളങ്ങനെ കേട്ടെങ്കിൽ ക്ഷമിക്കുക. ഈ മാസം 20-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് വൈകുന്നേരം 4 മണിക്കാണ് ഈ മഹാസമ്മേളനം. മറക്കണ്ട, ഈ മാസം തന്നെ 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് മനസ്സിൽ എഴുതിയിട്ടോട്. ഓക്കെ, താങ്ക് യു. നല്ല കയ്യടികളോടുകൂടി നമ്മളിവിടെ നമ്മുടെ ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്ന 24-ന്റെ ചീഫ് എഡിറ്റർ, 40 വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആകത്തുകയായി നാടിൽ നിന്നും ലഹരിയെ എടുത്തു മാറ്റാൻ വേണ്ടി യാത്ര പുറപ്പെട്ടുള്ള ശ്രീകണ്ഠൻ നായർക്ക് എരുമപ്പെട്ടി ജാഗ്രതാ സമിതിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ നേരുന്നു. അടുത്തതായി പ്രസ് ക്ലബിൻ്റെ ആദരമാണ്. പ്രസ് ക്ലബിൻ്റെ ആദരം കൊടുക്കുന്നതിനായി പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, KC ഡേവിസ്, രാധിക KR, ബിജു വർഗീസ് എന്നീ പ്രസ് ക്ലബ് അംഗങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. നല്ല കയ്യടികളോടുകൂടി ഈ ആദരം എന്ന ഈ പരിപാടിയിൽ നമുക്ക് പങ്കെടുക്കാം. രാജ്യത്തിൻ്റെ ഏറ്റവും ദുർഘടമായ ഒരു അവസ്ഥയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന 24 ടീം അംഗങ്ങൾക്ക് എരുമപ്പെട്ടി പ്രസ് ക്ലബിൻ്റെയും എരുമപ്പെട്ടി ജാഗ്രതാ സമിതിയുടെയും എല്ലാവിധ അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുന്നു. അടുത്തതായി ഇവിടെ ആദരിക്കുന്നത് ഹാഷ്മിയാണ്. ഹാഷ്മിയെ ആദരിക്കുന്നതിനായി മഹൽ പ്രസിഡന്റ് അബ്ബാസ് കാരങ്കിലിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു.
അടുത്തതായി സ്മിതയെ ആദരിക്കുന്നതിനായി പ്രസ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി രാധികയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീകണ്ഠൻ നായരുടെ ഒപ്പം താങ്ങും തണലുമായി പത്നി കൂടെയുണ്ട്. ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മുടെ ഈ പ്രദേശം സന്ദർശിക്കാനും ഈ സന്ദേശ യാത്രയിൽ നമ്മളോടൊപ്പം ആയിരിക്കുവാനും കൂടി കടന്നു വന്നിരിക്കുന്ന ഉഷ ശ്രീകണ്ഠൻ നായരെ ഷാൾ അണിയിക്കുന്നതിനായി 18-ാം വാർഡ് മെമ്പർ സതി മണികണ്ഠനെയും കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദിനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അടുത്തതായി ഈ യോഗത്തിന് 2 വാക്ക് സംസാരിക്കാനായി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ഏറ്റവും മഹത്തായ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, ഈ മഹത്തായ ചടങ്ങിൽ ഇനിയൊരു ദീർഘനേരം സംസാരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ വളരെ കുറവേ സംസാരിക്കേണ്ടതുള്ളൂ. അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ചടങ്ങ് കടന്നു പോകുന്നത്. എന്തായാലും എരുമപ്പെട്ടിയിൽ ഇങ്ങനെ 24-ൻ്റെ ഒരു കേരള യാത്ര എത്തിയതിൽ നാം എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയാണ്. നേരത്തെ ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ വികാരി അച്ഛൻ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസമാണ് എരുമപ്പെട്ടി മേഖലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്കതീതമായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നത്. ആ യോഗത്തിൽ വെച്ച് ഇവിടുത്തെ മികച്ച റിപ്പോർട്ടറായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള റഷീദ് എരുമപ്പെട്ടിയാണ് 24 പ്രിയപ്പെട്ട നമ്മുടെ 24-ൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള SKN-ഉം പ്രിയപ്പെട്ട ഹാഷ്മിയും സ്മിതയുമൊക്കെ സഞ്ചരിക്കുന്ന കേരള യാത്ര നമ്മുടെ എരുമപ്പെട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച നടത്തുന്നത്. എന്തായാലും ഞാൻ റഷീദ് എരുമപ്പെട്ടിയെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വേദി നമുക്ക് ലഭിച്ചത്. തീർച്ചയായും ലഹരിക്കെതിരെയുള്ള ഈ പ്രവർത്തനത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ പ്രദേശത്ത് അണിനിരക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ വ്യക്തിപരമായും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ചടങ്ങിനെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു ജലീൽ ഖാൻ. അടുത്തതായി ബ്ലോക്ക് മെമ്പർ ഡോക്ടർ ബിനോജ് മാഷിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. വേദിയിലെ ഏറ്റവും വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അതിലുപരി സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ ഒരുപാട് സംസാരിക്കുന്നില്ല. എന്നാലും നമുക്കറിയാം നമ്മുടെ രാജ്യം ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ജനാധിപത്യത്തെ അല്ലെങ്കിൽ നാടിൻ്റെ സാമൂഹികമായ ഗതിവിഗതികളെ കൃത്യമായി താങ്ങിക്കൊണ്ടിരിക്കുന്ന 4 തൂണുകൾ എന്നൊക്കെ നമ്മൾ എഴുതി പഠിച്ചതും വായിച്ചു പഠിച്ചതുമൊക്കെ ഒന്ന് നമ്മുടെ നിയമനിർമ്മാണ സഭയാണ്, മറ്റൊന്ന് ജുഡീഷ്യറിയാണ്, മറ്റൊന്ന് എക്സിക്യൂട്ടീവാണ്. അതിനപ്പുറത്തേക്ക് കിടന്നാൽ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണെന്നറിയപ്പെടുന്ന മാധ്യമമാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾക്ക് ഈ സാമൂഹികമായി വരുന്ന കടന്നാക്രമണങ്ങളെ ചെറുത്തു നിൽക്കുന്നതിൻ്റെ ഭാഗമായി ഈ ജനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്ന ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് 24 ഇത്തരത്തിലുള്ള ഒരു മഹത്തായ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. തീർച്ചയായും അതിന് നേതൃത്വം നൽകിയ SKN, ഹാഷ്മി ഉൾപ്പെടെയുള്ള അതിൻ്റെ നേതൃത്വത്തെ ഈ നാടിനു വേണ്ടി ഹൃദ്യമായി ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നല്ലൊരു കയ്യടി അതിനുവേണ്ടി നമുക്ക് നൽകേണ്ടതുണ്ട് എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ ഈ പറഞ്ഞു വെച്ചതിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രധാനമായി നമ്മൾ കുട്ടികളെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും, ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപമെന്ന് എഴുതി വെച്ചതുപോലെ, അല്ലെങ്കിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് നമ്മളുടെ ഈ പറഞ്ഞ പൗരസ്ത്യ ചിന്ത നമ്മൾ പരിഗണിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പാശ്ചാത്യ ചിന്തയിൽ പറയുന്നുണ്ട്, ഒരു കുട്ടിയും പ്രശ്നക്കാരനായി ജനിക്കുന്നില്ല. God is a great one because God creates only the child, even no one adult എന്ന് പറയുന്നുണ്ട്.
ഒരു പ്രായപൂർത്തിയായ ആളെ പോലും ദൈവം സൃഷ്ടിക്കുന്നില്ല. ദൈവം മനസ്സിനൊക്കെ തലച്ചോറിൽ അല്ലെങ്കിൽ ക്ലീൻ സ്ലേറ്റ് ആയിട്ടുള്ള മനസ്സോടുകൂടിയാണ് ദൈവത്തെ പോലെ തന്നെ കുട്ടികളെ സൃഷ്ടിക്കുന്നത്. പക്ഷേ ആ കുട്ടികളെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ കുട്ടികൾക്ക് മാത്രമല്ല ഞാനും നിങ്ങളുമാകുന്ന നമ്മൾക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട് എന്നൊരു ബോധ്യപ്പെടുത്തലാണ് ഇവിടെ നടന്നത് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു ബോധ്യപ്പെടുത്തലാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത് എന്നുള്ളതാണ്. കാരണം പുതിയ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളായാലും മറ്റൊക്കെയും വലിയ അപകടകരമായ ഒന്നാണ്. കാരണം നായകൻ എന്ന് പറയുന്നാൽ എനിക്ക് പറയാനുള്ളൊരു ചിന്തയാണ് നമ്മുടെ ഒറ്റ സെക്കൻഡിൽ പറയുക. നായകനെ നമ്മൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഏതാണ്ട് ഒരു 200 പേരെ കൊല്ലുന്ന ഒരാളാണ് നായകൻ. ഏത് സിനിമ എടുത്താലും വില്ലൻ 100 പേരെ കൊല്ലുകയാണെങ്കിൽ നായകൻ എന്ത് ചെയ്യുന്നു? 200 പേരെ കൊല്ലുന്നു. അങ്ങനെയുള്ള നായകന്മാരെ കാണാനാണ് നമുക്കിഷ്ടം. ആ സിനിമകൾ പടച്ച കുട്ടികളുടെ മുമ്പിലേക്ക് കൊണ്ടുവിടുന്നത് ഒരിക്കലും പുതിയ തലമുറയിലെ ആളുകളല്ല, ഞാനും നിങ്ങളുമാകുന്ന നമ്മളുടെ തലമുറയിൽപ്പെട്ട നല്ല മുതിർന്ന നല്ല കാഴ്ചപ്പാടുള്ള ആളുകൾ തന്നെയാണ്. ഈ രീതിയിൽ ഞാൻ പറഞ്ഞു വെച്ചത് ഇത് മാത്രമാണ്. അതായത് കുട്ടികളെ വഴിതെറ്റിക്കുന്നതിൽ ഞാനും നിങ്ങളുമാകുന്ന നമ്മൾക്ക് കൂടി കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് എന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഇവരടങ്ങുന്ന ആ ഒരു നേതൃത്വം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ തിരിച്ചറിവിലേക്ക് നമുക്ക് നടക്കണം. എന്തായാലും ഈ ഒരു വലിയ സാമൂഹികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിൻ്റെ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ജാഗ്രതാ സമിതിയിലെ ഇതിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ചാലകശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ട റഷീദ് എരുമപ്പെട്ടിയെ പോലെയുള്ള ആളുകളുടെ ഇടപെടലിനെ, കാരണം ഞാൻ നേരത്തെ ഇതിൻ്റെ സംഘാടനമായി വന്നു നിൽക്കുന്ന സമയത്ത് അല്ലേ ഉള്ളിൽ എന്താ പറയുക എരിവിരി കൊണ്ട് ഓടി നടക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും എത്തിച്ചേരുമോ എല്ലാവരും ഇവിടെ ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വിഷമത്തിൽ നാടിൻ്റെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിന് ഒരു പ്രതിരോധത്തിൻ്റെ കവചം തീർക്കാൻ മാധ്യമങ്ങളൊക്കെയുണ്ട്. അതിന് സംസ്ഥാന തലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രാജ്യാന്തര തലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന 24നെ പോലെയുള്ള മാധ്യമങ്ങളും ഒപ്പം പ്രാദേശികമായ പ്രിയപ്പെട്ട സുഹൃത്തിനെ പോലെ റഷീദ് എരുമപ്പെട്ടിയെ പോലെയുള്ള ആളുകളുടെയൊക്കെ ഒരു ചാലകപരമായ ഇടപെടലുകളൊക്കെ ഈ നാടിന് ഗുണകരമാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ സംരംഭത്തെ വൈകിയ വേളയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഹൃദ്യമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ സംഘാംഗങ്ങളെ മുഴുവൻ എരുമപ്പെട്ടി ഗ്രാമത്തിന് വേണ്ടി ഒരിക്കൽ കൂടിയുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബിനോജ് മാസ്റ്റർ. അടുത്തായി ലയൺസ് ക്ലബിൻ്റെ ഒരു ആദരം ശ്രീകണ്ഠൻ നായർക്ക് നൽകുന്നുണ്ട്. ആദരം നൽകുന്നതിന് സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീകണ്ഠൻ നായരെയും നൽകുന്നതിന് വേണ്ടി കേണൽ റെജിന മേഡത്തെയും ബാബു മാസ്റ്ററെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അടുത്തതായി ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നതിനു വേണ്ടി ഏറ്റവും മനോഹരമായി ഈ സ്കൂൾ നമുക്ക് വിട്ടുതന്ന നിർമ്മല സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ സിസ്റ്റർ ആൻസലിൻ പൂവത്താനത്തിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ സാമൂഹിക സമ്മേളനത്തിന് ഒരു നിമിത്തമായി കാരണമായി എരുമപ്പെട്ടി ഗ്രാമത്തിൻ്റെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന സ്നേഹമുള്ള ശ്രീകണ്ഠൻ നായർ സാർ, അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾക്ക് ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടു കൂടി നൽകുന്നു. നമുക്കറിയാം, നമ്മുടെ ജാതി മതങ്ങൾക്കപ്പുറം, കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം സമൂഹത്തിൽ ഉണർന്നു വരുന്ന തിന്മകൾക്കെതിരെ ഒരു മനുഷ്യൻ തൻ്റെ ശബ്ദവും കരുത്തും സമയവും ആരോഗ്യവും ഒക്കെ മാറ്റിവെക്കുമ്പോൾ ആ മനുഷ്യൻ ആ കാലഘട്ടത്തിൻ്റെ പ്രവാചക ശബ്ദമായിട്ട് മാറുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും, സാറിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 14 ജില്ലകളിലൂടെയും കടന്നുപോയി തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമയം അല്ലെങ്കിൽ കുറച്ചധികം സമയം ഈ സമൂഹത്തിന് വേണ്ടി, കേരള ജനതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ ശ്രമിക്കുന്ന ശ്രീകണ്ഠൻ നായർ സാർ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രവാചക ശബ്ദമാണ്. ഒത്തിരി ഒന്നും നീട്ടി പറയുന്നില്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളിവിടെ കേട്ടു. ഇന്ന് ഈ സമൂഹത്തെ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ, ശൈശവത്തെ, യുവത്വത്തെ കാർന്നു ചെല്ലുന്ന ഈ ലഹരിക്കെതിരെ ഒരു സമൂഹം മുഴുവൻ ഒന്നിച്ചു പോരാടേണ്ടതിന് കുടുംബത്തിൽ നിന്ന് അച്ഛനും അമ്മയും സഹോദരങ്ങളും സമൂഹത്തിൽ നിന്ന് സമൂഹാംഗങ്ങളുമൊക്കെ ഒന്നിച്ചു പോരാടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുമ്പോൾ ഈ 24 ടീം അംഗങ്ങളോടൊപ്പം നമുക്കും ചേരാം. ഒന്നിച്ച് നമുക്കും പറയാം, എരുമപ്പെട്ടിയിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെയൊക്കെ സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ
തൊട്ടടുത്ത ജീവിതത്തിൻ്റെ ഏറ്റവും ജീവിതമായി ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ ഈ ലഹരിയെ നമുക്ക് ദൂരെ നിർത്താം. നമ്മുടെ കുട്ടികൾ സ്വപ്നം കാണട്ടെ, അവർ വളരട്ടെ, അവരിലൂടെ നമ്മുടെ കുടുംബവും സമൂഹവും ഒക്കെ കൂടുതൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ എന്നും നമ്മൾ സ്വപ്നം കാണുന്ന ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഒപ്പം അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പ്രത്യേകിച്ച് ഈ 24 ടീം അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. താങ്ക് യു സിസ്റ്റർ. അടുത്തതായി 18ാം വാർഡ് മെമ്പർ ശ്രീ ഐജുവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, നാം ഈ ലഹരിക്കെതിരെ പോരാടുക എന്ന് പറയുമ്പോൾ നാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അവധിക്ക് വേണ്ടി ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ച വിദ്യാർത്ഥിയെ വീട്ടിലെത്തുന്നതിന് തൊട്ടു മുന്നേ വിളിച്ചു വരുത്തി ഹോസ്റ്റലിൽ വെച്ച് മർദ്ദിച്ച് റാഗ് ചെയ്ത് പീഡിപ്പിച്ച് ഒരു കൂട്ടം ലഹരിക്ക് അടിമപ്പെട്ട വിദ്യാർത്ഥികൾ കെട്ടിത്തൂക്കിയ ഒരവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവനോടെയുള്ള ഒരു വിദ്യാർത്ഥിയുടെ പച്ച ശരീരത്തിൽ സൂചി കുത്തിക്കയറ്റിക്കൊണ്ട് അവനെ പീഡിപ്പിച്ചുകൊണ്ട് മതിയാവാഞ്ഞ ഈ ലഹരിക്ക് അടിമപ്പെട്ട വിദ്യാർത്ഥികൾ അവൻ്റെ എല്ലിൻ്റെ മുകളിലേക്ക് കുത്തിക്കയറുമ്പോൾ അവൻ കിടന്ന് നിലവിളിക്കുന്നത് നമ്മൾക്ക് പോലും കാണാൻ പറ്റാത്ത അസഹനീയമായ രംഗമാണ് നമ്മുടെ സമൂഹ മാധ്യമത്തിൽ നാം കണ്ടത്. ആ നിലവിളി എൻ്റെ സ്വന്തം മകൻ്റെ നിലവിളി പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. എനിക്കതുകൊണ്ട് അത് മുഴുവനായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത കാലത്ത് 14 വയസ്സായ ഒരു വിദ്യാർത്ഥി സ്വന്തം സഹോദരി 12 വയസ്സായ വിദ്യാർത്ഥിക്ക് രാസലഹരി കൊടുത്ത വാർത്തയും നമുക്ക് കേൾക്കുന്നുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങേണ്ടത്. നാം ഒരിക്കലും നമ്മുടെ മകൻ വഴി തെറ്റില്ല എന്ന ചിന്ത വെടിഞ്ഞ് നമ്മൾക്ക് അയൽവാസിയിൽ നിന്നോ മറ്റു സുഹൃത്തുക്കളിൽ നിന്നോ കിട്ടുന്ന ഒരു സൂചന പ്രകാരം നാം നമ്മുടെ മക്കളെ ശക്തമായി നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ലഹരിക്കെതിരെ പോരാടാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഐജ് മെമ്പർ. അടുത്തായി 2 വാക്ക് സംസാരിക്കാനായി അബ്ബാസ് കെനെ മഹൽ പ്രസിഡന്റ് അബ്ബാസ് കെയെ ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്റ്റേജിലുള്ള മറ്റ് എൻ്റെ സഹപ്രവർത്തകരെ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം കാലിക പ്രസക്തി നേടിയ ഈ ഒരു സംഭവത്തിന് ഇവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിരിക്കുകയാണ്. എല്ലാവരെയും ഒരേ ഒരു ലക്ഷ്യം, ഈ ലഹരി വിരുദ്ധത്തിനെതിരായി നമ്മൾ ഒന്നിച്ച് മുന്നേറുക എന്നത് മാത്രമാണ്. അതിലിവിടെ കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള നിലയ്ക്കോ ഒരു വക വിട്ടുവീഴ്ചയും കൂടാതെ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സംസാരിച്ച പോലെ ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എല്ലാവരും ഒരേ സ്വരത്തോട് കൂടിയിട്ട് നമ്മൾ പറയേണ്ടത്, ഈ എരുമപ്പെട്ടി പ്രദേശത്ത് അല്ലെങ്കിൽ എരുമപ്പെട്ടിയുടെ ഈ ഗ്രാമപ്രദേശത്ത് നിങ്ങൾക്ക് ഒരിക്കലും ലഹരിയുടേതായ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ കഴിയില്ല. ഞങ്ങളതിന് സമ്മതിക്കില്ല. ഞങ്ങളുടെ ഇവിടുത്തെ എരുമപ്പെട്ടിയിലെ നാട്ടുകാർ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കും എന്നുള്ളതാണ്. ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു ലഹരി വിരുദ്ധത്തിനെ നേരിടാം. എല്ലാവിധ അഭിവാദ്യങ്ങളും ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു വേദി ഒരുക്കി തന്ന നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ആധികാരികമായിട്ട് പ്രിൻസിപ്പളോടും മറ്റ് നമ്മുടെ അച്ഛനും അതുമാതിരി ഇതിൻ്റെ പ്രവർത്തകരോടും എല്ലാവരോടും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അതുപോലെ മിസ് ശ്രീകണ്ഠൻ നായർ അവർ നമ്മളെ എരുമപ്പെട്ടി എന്ന ഈ കൊച്ചു ഗ്രാമത്തിന് ഇത്രയും നല്ല ഒരു വേദിയെ നമുക്ക് ഒരുക്കി തന്ന അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ സംസാരം ശ്രവിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഈ നട്ടുച്ചയ്ക്കും ഇവിടെ ഇത്രയും ജനങ്ങൾ ഒത്തുകൂടിയത്. അതിന് വളരെയധികം നന്ദിയുണ്ട് എന്നും കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, നന്ദി അബ്ബാസ്ക. നമ്മുടെ പ്രോഗ്രാം വളരെ ചുരുങ്ങിയ നിമിഷങ്ങളും കൂടിയേ ഉള്ളൂ. ഇത്ര നേരം നമുക്ക് വേണ്ടി ലഹരിക്കെതിരെ ഒരു കവിത ആലപിക്കാൻ വേണ്ടി 1 മിനിറ്റ് കവിത ആലപിക്കുന്നതിനായി വൈകിയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് വൈഗാനന്ദൻ. ഞാൻ നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. തസ്ലിമ ജഹാൻ്റെ ലഹരി എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ചൊല്ലുന്നത്. ജീവിതാനന്ദം രുചിച്ചിടാൻ വേണമാ ലഹരി എന്നാരോ പറഞ്ഞു,
മത്തിൻ മണത്തെ മരുന്നെന്നു പേരിട്ട് മണ്ടന്മാരാളെ ചതിച്ചു. മരുന്നല്ല മാരണമാണതു മർത്യനെ മായ്ക്കുവാൻ കെൽപ്പുള്ള സൂത്രം. മൃതതുല്യമായി മെല്ലെ ജഡമായി മാറ്റുമാ ലഹരിയൊരു വിന തന്നെ സത്യം. ലഹരിയൊരു വിന തന്നെ സത്യം. അതെ, ഇന്നത്തെ സമൂഹത്തിനെ കാർന്നു നിന്ന ഒരു മഹാവിപത്ത് തന്നെയാണ് ലഹരി. അരുത് അക്രമം അരുത് ലഹരി എന്ന സന്ദേശത്തോടെ 14 ജില്ലകളിലും നടത്തുന്ന ഈ യാത്രയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഒരിക്കൽ കൂടി ഇത്രയും നല്ലൊരു അവസരം തന്നതിന് SK സാറിനും മറ്റെല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു വൈകുകുട്ടി. അടുത്തായി ഒരൊറ്റ മിനിറ്റ് യോഗ അവതരിപ്പിക്കുന്നത് സാരംഗ് നിർമ്മല സ്കൂൾ. താങ്ക് യു സാരംഗ്. വളരെ മനോഹരമായ ചുവടുകളോടെ നമ്മളെ ത്രസിപ്പിച്ച സാരംഗിന് ഒത്തിരി നന്ദി. അടുത്തായി ഉപഹാര സമർപ്പണം 24-ന്റെ നൽകുന്നതിനായി ശ്രീകണ്ഠൻ സാറെ ക്ഷണിക്കുന്നു. പ്രോഗ്രാം അവതരിപ്പിച്ച കുട്ടികൾക്ക് ശ്രീകണ്ഠൻ നായരുടെ കയ്യിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങാവുന്നതാണ്. പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാ കുട്ടികളും വരിവരിയായി വേഗം വാ, സമയം വഴുകുന്നു.
താങ്ക് യു. അടുത്തതായി ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനായ റഷീദ് എരുമപ്പെട്ടിയെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, അധികം നീട്ടുന്നില്ല, കാരണം സാറിന് അടുത്ത പരിപാടിക്ക് സമയമായി. വടക്കാഞ്ചേരിയിലാണ്. ഏറ്റവും കൂടുതൽ നമ്മോടൊപ്പമാണ് സാർ ഈ പരിപാടി ചെലവഴിച്ചത്. എന്തായാലും നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച നമ്മുടെ മാധ്യമ രംഗത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നമ്മുടെ SKN, അദ്ദേഹം നമ്മുടെ എരുമപ്പെട്ടി ഗ്രാമത്തിൽ എത്തിച്ചേർന്ന വലിയ അഭിമാനമായി ഞാൻ കാണുന്നു. കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. 24 ചാനലിൻ്റെ ചീഫ് എഡിറ്ററായ SKN ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തെ ഈ ചടങ്ങിനെത്തിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ജാഗ്രതാ സമിതിയുടെ ചെയർമാനായിട്ടുള്ള ജോഷി ആളൂർ അച്ഛൻ, അദ്ദേഹത്തിന് നന്ദി അറിയിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീകണ്ഠൻ നായരുടെ പ്രിയ പത്നി ഉഷ ശ്രീകണ്ഠൻ മാഡത്തിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അവതാരപ്പുലികളായ ഹഷ്മി താജ് ഇബ്രാഹിം, സ്മിത ഹരിദാസ് എന്നിവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ വേദിയിലുണ്ട്, ജലീൽ ലാദൂരുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, MC ഐജു പഞ്ചായത്ത് മെമ്പർ, റീന വർഗീസ്, സതി മണികണ്ഠ പഞ്ചായത്ത് മെമ്പർമാരാണ്. അതുപോലെ തന്നെ അബ്ബാസ് കാരങ്ങൽ മഹല്ല് പ്രസിഡന്റാണ്, നകുല പ്രമോദ് കുടുംബശ്രീയുടെ ചെയർപേഴ്സണാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസിലി പൂവാത്താനം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തകരുണ്ട്, ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരുണ്ട്, തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്. അതിൽ എല്ലാം ഉപരി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരെയും, വേദിയിലുള്ള എല്ലാ മഹത് വ്യക്തികളെയും ഒറ്റവാക്കിൽ ഹഷ്മിക്ക് പറഞ്ഞു ഹഷ്മി താജ് ഇബ്രാഹിം ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഹഷ്മിയുടെ ആരാധകനാണ്. അതുപോലെ തന്നെ റീന വർഗീസ് പഞ്ചായത്ത് മെമ്പറാണ്, നമ്മുടെ ആങ്കറും കൂടിയാണ്. റീന വർഗീസ് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.